ഓക്കെ, റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോരുത്തരുടെ പേരൊന്നും എടുത്ത് എനിക്കറിയില്ല. ഓക്കെ, എങ്കിലും നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നിങ്ങളിൽ ആരുടെയൊക്കെ വീട്ടില് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ട്? ഒന്ന് മൈക്ക് മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞോളൂ ആരുടെയൊക്കെ കയ്യിലുണ്ടെന്ന്. ലാപ്ടോപ്പ് ഉണ്ട് സാർ. ലാപ്ടോപ്പ് ഉണ്ട്. ലിജയുടെ കയ്യില് ലാപ്ടോപ്പ് ഉണ്ട്. വേറെ ആരെങ്കിലും? എന്റെ കയ്യിലുണ്ട് സാർ. ഷബനയുടെ കയ്യിലുണ്ട്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കമ്പ്യൂട്ടർ ബേസിക് ക്ലാസ്സുകൾ ഏതെങ്കിലും പഠിക്കാൻ പോയവരുണ്ടോ? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. ഓക്കെ, മുമ്പ് നമ്മൾ പല ക്ലാസ് ചിലരൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് തുടക്കം മുതൽ തന്നെ തുടങ്ങാം. ഓക്കെ, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാവുമ്പോ ഇതൊരു ക്ലാസ് കൊണ്ട് തീരില്ല. കാരണം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക് നോളജും വേർഡിൽ വേണം, എക്സലിൽ വേണം, പിന്നെ അതുകൂടാതെ നമ്മുടെ പവർ പോയിന്റിൽ വേണം. ഈ മൂന്നിലും ബേസിക് ആയിട്ടുള്ള അറിവ് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അവർ പറയുകയാണെങ്കിൽ അതെടുത്ത് നോക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത്, കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ ഏതാണ് എന്നുള്ളതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം. ഷട്ട് ഡൗൺ ചെയ്യണത്, അതുകൂടാതെ ഓഫ് ആക്കണതും ഓൺ ആക്കണതും എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം. അതിനോടൊപ്പം ഞാൻ പല കാര്യങ്ങളും പറയും, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടാ. ഓക്കെ, ഇതിന്റെ നോട്ട് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം പ്രത്യേകം കൊടുത്ത്. അപ്പൊ കമ്പ്യൂട്ടർ എക്സാമിന് ഈ പോർഷൻ ഉണ്ടോ? എക്സാമിന് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണത്. അതിൽ കുറെ ഭാഗങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ടാബുകൾ എന്നാൽ എന്താണ്, ഐക്കൺസ് എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ചില ഷോർട്ട് കീസ് Ctrl+Z എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, Ctrl+A എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, Ctrl+C എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, Ctrl+P എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, Ctrl+V എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ കുറെ ഷോർട്ട് കീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഞാൻ പറയുമ്പോൾ അത് നോട്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അങ്ങനെ പല കാര്യങ്ങളും പറയും. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാനും മടിക്കണ്ട കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. നിങ്ങൾക്ക് നേരെ മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് വിടണം തന്നെ. ഓക്കെ, അല്ലെങ്കിൽ നേരെ മൈക്ക് മ്യൂട്ട് മാറ്റിയിട്ട് പറയണം കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സുകൾ പൊതുവെ ഡയറക്റ്റ് നേരിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് എപ്പോഴും എടുക്കാറുള്ളത്, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ നമ്മുടെ രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം പരമാവധി. കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഞാനൊന്ന് പ്രസന്റേഷനും കൂടി ഓൺ ആക്കിയേക്കട്ടെ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവൂല, കുറച്ചും കൂടി കാര്യങ്ങൾ കാണിച്ചു തരാനൊക്കെ പറ്റും. ഓണായി വരുന്നുണ്ട്, അത് ഓണായിക്കട്ടെ. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടറിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കമ്പ്യൂട്ടറിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് CPU, എല്ലാവർക്കും അറിയാൻ പറ്റും, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU. പിന്നൊന്ന് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ടാവും, പിന്നൊന്ന് ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ടാവും. അത് കൂടാതെ ചില പാർട്ടുകളുണ്ട്, അത് എക്സ്ട്രാ പാർട്ടായിട്ട് വരുന്നതാണ്. ഉദാഹരണത്തിന് പവറിന്റെ ഭാഗത്ത് UPS വെക്കാറുണ്ട്. ഓക്കെ, അതൊന്നും ഇപ്പൊ പറയുന്നില്ല, പിന്നീട് പറയാം. പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മറ്റൊന്ന് ഔട്ട്പുട്ട് ഡിവൈസുകൾ, ഇൻപുട്ട് ഡിവൈസുകൾ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക്, കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഡാറ്റ കാണിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഔട്ട്പുട്ട് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മോണിറ്റർ, TV പോലെ ഇരിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, അതാണ് മോണിറ്റർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുകൂടാതെ നമ്മളുടെ ഇതുപോലത്തെ ഐറ്റംസ്, സ്പീക്കർ ഒരു ഔട്ട്പുട്ട് യൂണിറ്റാണ്. അതൊക്കെ ഔട്ട്പുട്ട് യൂണിറ്റുകളാണ്. നമുക്ക് ഏതൊക്കെയാണ് ഔട്ട്പുട്ട് യൂണിറ്റുകൾ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക്
അടുത്ത ഇൻപുട്ട് നോക്കാം അതിന് ശേഷം. ഔട്ട്പുട്ട് ഡിവൈസസ്. ഈ പിക്ചർ എല്ലാവർക്കും കാണാൻ പറ്റാണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി സൂം ചെയ്യാം. മാക്സിമം അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിൽ മോണിറ്റർ ഉണ്ട്, പ്രിന്റർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്, പ്രൊജക്ടർ ഉണ്ട്, പ്ലോട്ടർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. അത് നമ്മൾ പ്രിന്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. ഹെഡ്ഫോൺ ഉണ്ട് എന്നിവയൊക്കെ ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഓക്കെ. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ പുറത്ത് കാണിക്കാൻ വേണ്ടി, അത് ഉപയോഗിക്കുന്ന ആൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഔട്ട്പുട്ട് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. മോണിറ്റർ, പിന്നെ അതുകൂടാതെ പ്രിന്റർ, പിന്നെ അതുകൂടെ സ്പീക്കർ, പ്രൊജക്ടർ, അങ്ങനെ പല ഭാഗങ്ങൾ. ഓക്കെ. ഇനി ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. ഹാർഡ് ഡിസ്ക്, കീബോർഡ്, ഹാർഡ് ഡിസ്ക്, കീബോർഡ്. ഓക്കെ, കീബോർഡ് ശരിയാണ്. മൗസ്, മൗസ് ശരിയാണ്. ടച്ച് സ്ക്രീൻ, പിന്നെ ക്യാമറ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ക്യാമറ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. സ്കാനർ, സ്കാൻ ചെയ്യുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ജോയ്സ്റ്റിക്ക്, ബാർകോഡ് റീഡർ, ഇൻപുട്ട് ഡിവൈസ്. ബാർകോഡ് റീഡർ. അതും ഇങ്ങനെ നമുക്ക് കുറെ ഇൻപുട്ട് ഡിവൈസ്, അതായത് സിസ്റ്റത്തിലോട്ട് ഉള്ളിലോട്ട് നമ്മൾ ഡാറ്റ കൊടുക്കുന്നത്, അതിനാണ് ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻപുട്ട് ഡിവൈസുകൾ ഇൻപുട്ട് ഡിവൈസസ് ഇൻ കമ്പ്യൂട്ടർ. ഇൻപുട്ട് ഡിവൈസുകൾ കീബോർഡ് ഉണ്ട്, സ്കാനർ ഉണ്ട്, ട്രാക്ക് ബോൾ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട്. ഇതൊന്നും നോക്കണ്ട, MICR ഇതൊക്കെ വേറെ വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്. ടച്ച് പാഡ്, ടച്ച് പാനല്, ജോയ്സ്റ്റിക്ക്, ബാർകോഡ് റീഡർ കേട്ടോ, ഓർത്ത് വെച്ചോ, അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ആവശ്യമുള്ള, നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ് വെച്ചാൽ ഒട്ടുമിക്ക സ്ഥലങ്ങൾ. കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെ OP കാർഡും കൊണ്ട് വരുമ്പോൾ അതിലൊരു ബാർകോഡ് ഒക്കെ ഉണ്ടാവും. അത് സ്കാൻ ചെയ്തായിരിക്കും കണ്ടുപിടിക്കുന്നത്, മനസ്സിലായില്ല ആരാണെന്നുള്ളത്. മൗസ്, OCR എന്നിവയൊക്കെ ഇൻപുട്ട് ഡിവൈസുകളാണ്. ഓക്കെ. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്, ഇൻപുട്ട് ഡിവൈസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്, ഇൻപുട്ട് ഡിവൈസ് എന്താണെന്നുള്ളത്? അടുത്ത ഭാഗത്തോട്ട് പോകാം. മനസ്സിലായി സാർ. ഓക്കെ. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ നമ്മൾ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് പ്രിന്ററൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള്. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പവർ സിസ്റ്റം യൂണിറ്റ്. പവർ സിസ്റ്റം യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പ്യൂട്ടറിൽ അടിക്കടി കറണ്ട് പോവുകയാണെങ്കിൽ, ഇടക്കിടക്ക് കറണ്ട് പോവുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി പോകും. ഷട്ട് ഡൗൺ ആയി പോകുമ്പോൾ എല്ലാ സിസ്റ്റത്തിലുള്ള എല്ലാ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്നു എല്ലാ ഫയലുകളും ക്ലോസ് ആയി പോകും, ആപ്ലിക്കേഷനുകളെല്ലാം ക്ലോസ് ആയി പോകും. അപ്പൊ അതുകൂടാതെ ഇതിന്റെ റാമിന് കംപ്ലൈന്റ് വരും, ഇത് തുടരെ കറണ്ട് പോവുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയും തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ UPSകൾ ഉപയോഗിക്കുന്നത്. UPSന്റെ അകത്ത് ഒരു ബാറ്ററി ഉണ്ടാവും, അതുകൂടാതെ ഒരു പോർട്ടും ഉണ്ടാവും. ചില 1/4 മണിക്കൂർ കിട്ടുന്ന ഡിവൈസുകൾ ഉണ്ടാവും, 1 മണിക്കൂർ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ UPS സപ്ലൈ ഉണ്ടാവും. അവിടെ ഒരു റൂമിൽ UPS റൂം ഉണ്ടാവും. ആ UPS റൂമിൽ നിന്ന് നമ്മുടെ അവിടെ ഒരു കണക്ഷൻ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുന്ന ഫസ്റ്റ്. അത് UPS കുത്തിയിട്ട് UPS നിന്നായിരിക്കും എല്ലാത്തിലോട്ടും കണക്ഷൻ പോകുന്നത്. മോണിറ്ററിലോട്ട് പോകുന്നത്, CPU കണക്ഷൻ പോകുന്നത്,
അങ്ങനെ പോകുന്ന പ്രിന്ററിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഇന്ററപ്റ്റ് ചെയ്യരുത് ഒരിക്കലും നമ്മളുടെ വർക്കിന്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക വലിയ സ്ഥാപനങ്ങളിലും UPS റൂം ഉണ്ടാവും പ്രത്യേകമായിട്ട്. ഇൻവെർട്ടർ അല്ല ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, UPS ആണ്. ഓക്കെ, UPS ആകുമ്പോൾ സഡൻ ആക്ഷൻ ആയിരിക്കും. അതായത് ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ തന്നെ ഓൺ ആയിട്ട് വരും. അത് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും കറണ്ട് വരുമ്പോൾ. അതുകൊണ്ടാണ് UPSകൾ ഉപയോഗിക്കുന്നത്. ഇനി UPS എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു സിസ്റ്റം എങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാം, ഓൺ ചെയ്യാം എന്നുള്ളത് പറയാം. അതിനൊരു വീഡിയോ ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും അതെങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, നമുക്കപ്പോ ആ വീഡിയോയിലോട്ട് പോവാം. അതിൽ വോയിസ് ഓവർ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാലും ചിലർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഫേ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഓണാക്കി ഓഫ് ആക്കി നോക്കും. നമ്മളുടെ കമ്പ്യൂട്ടറിലെ നമ്മൾ ഹാർഡ്വെയർ ഭാഗമാണ് പറഞ്ഞത്. ഹാർഡ്വെയർ ഭാഗം, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊടാൻ പറ്റുന്ന ഭാഗങ്ങൾ എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് തൊടാൻ പറ്റാത്ത ഒരു ഭാഗമുണ്ട്. അതാണ് സോഫ്റ്റ്വെയർ വിഭാഗം. ഓക്കെ, സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത് ഓപ്പൺ ആവുമ്പോൾ ഇതിൽ ഡാറ്റകൾ കാണിക്കുന്നതിന് വേണ്ടി മെഷീൻ ലാംഗ്വേജ് ഇതും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. ഓരോ കമ്പ്യൂട്ടറും ഓരോ സോഫ്റ്റ്വെയറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ് വിൻഡോസ്, മാക്, ആപ്പിളിന്റെ iOS. ഓക്കെ, iOS അതായത് ആപ്പിളിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൂടാതെ ലിനക്സ്, ഉബുണ്ടു ഉപയോഗിക്കാറുണ്ട്. ലിനക്സിന്റെ തന്നെ പുതിയൊരു വെർഷനാണ് ഉബുണ്ടു എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ പ്രധാനമായിട്ടും വരുന്നത് ലിനക്സ്, പിന്നെ വിൻഡോസ്, അതുകൂടാതെ iOS. ഈ 3 സോഫ്റ്റ്വെയറാണ് വരുന്നത്. ഇതിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വിൻഡോസ് തന്നെ ആയിരിക്കും, ഇതുപോലുള്ള സ്ഥാപനങ്ങളിലല്ല. iOS ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നവര് IT പാർക്കുകളിൽ പോലുള്ളവരുടെ സിസ്റ്റത്തിലും ലാപ്ടോപ്പിലൊക്കെയാണ് ഉപയോഗിക്കാറ്. കാരണം മാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഐഫോണൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ഡിവൈസുകളിൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും iOS സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വിൻഡോസ് സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് അവിടങ്ങളിൽ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും വിൻഡോസ് സോഫ്റ്റ്വെയർ ആണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ വിൻഡോസ് സോഫ്റ്റ്വെയറിന് പ്രധാനമായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് 10ഉം 11ഉം ആണ്. വിൻഡോസ് 10ഉം ഉപയോഗിക്കുന്നുണ്ട്, 11ഉം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റും അല്ലെ? എന്റെ സ്ക്രീൻ കാണാൻ പറ്റും. ഇത് വിൻഡോസ് 11 ആണ്. വിൻഡോസ് 11 മെനു കീ ഇവിടെയാണ് വരുന്നത്. വിൻഡോസിന്റെ കീ എവിടെയാണ് വരുന്നത്? നടുക്കായിട്ടാണ് ബാക്കിയുള്ള ഐക്കണുകളെല്ലാം വരുന്നത്. എന്നാൽ വിൻഡോസ് 10 വരുമ്പോൾ നമ്മളുടെ വിൻഡോസിന്റെ കീ ഈ അറ്റത്തോട്ട് പോകും. ഓക്കെ, ആ അറ്റത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അത് വ്യത്യാസമുണ്ട്. ഓക്കെ, ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ 2 രീതിയിലാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷട്ട് ഡൗണിന് ഷോർട്ട് കീ ഉണ്ട്. ഷോർട്ട് കീ നിങ്ങൾക്ക് എല്ലാ ഷോർട്ട് കീയും കൂടെ ഒരുമിച്ച് PDF ആക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തരാം. ഓക്കെ, ഇന്ന് തന്നെ അതിന്റെ ഒരു കോപ്പി ഇട്ട് തരാം. അതുകൂടാതെ ഇപ്പൊ പ്രദർശിപ്പിക്കാൻ പോണ വീഡിയോ അതും കൂടെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇട്ട് തരാം. നിങ്ങൾക്ക് വീണ്ടും എടുത്ത് നോക്കണം. ഒരു സിസ്റ്റം കമ്പ്യൂട്ടർ എങ്ങനെ ഓൺ ആക്കാം എന്നുള്ളത് നോക്കാം. അതിനൊരു വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് എടുക്കാം. ഓക്കെ,
അതിനെ പ്ലഗ് ഓൺ ആക്കണം. നമ്മുടെ പ്ലഗ് ഓൺ ആയി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് UPS ആണത്. UPS ആണ്. അതിനുശേഷം CPU-ലെ ബട്ടൺ, CPU-ലെ ഒരു പവർ ബട്ടൺ ഉണ്ടാവും. അത് മോണിറ്ററിൽ ഓൺ ബട്ടൺ ഉണ്ടെങ്കിൽ അതും ഓൺ ആക്കണം. അതോടുകൂടി നമ്മളുടെ ഓൺ ആയിട്ട് വരും. ഓക്കെ, ഹലോ, ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു തവണയോടെ കാണിച്ചു തരാം ഈ ഒരു കാര്യം. സൗണ്ടിന്റെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം, അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഓണാക്കിയേക്കട്ടെ ആ വീഡിയോ. എങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ഓൺ ആക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു സിസ്റ്റത്തിന്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് ഓൺ ആക്കുന്നത് എന്ന് നോക്കാം. അത് തന്നെ നമ്മുടെ പ്ലഗ് പോയിന്റ്, UPS കുത്തിയിട്ടുള്ള പ്ലഗ് പോയിന്റ് ഓൺ ആക്കാം. UPS ഉണ്ടെങ്കിൽ UPS ഓൺ ആക്കണം. UPS ഇല്ല, നേരിട്ട് UPS റൂമിൽ നിന്നാണെങ്കിൽ അത് ഓൺ ആക്കണ്ട. അതിനുശേഷം നമ്മൾ CPU യൂണിറ്റ്, നമ്മളൊരു CPU യൂണിറ്റ് ഉണ്ട് ബോക്സ് പോലത്തെ വലുത്, അതിന്റെ പവർ ബട്ടൺ ഓൺ ആക്കണം. മോണിറ്ററിന് ഒരു പവർ ബട്ടൺ ഉണ്ടാവും, അതുകൂടി ഓൺ ആക്കി കൊടുക്കണം. അതുകൂടി ഓൺ ആക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ വന്നിട്ട് കറങ്ങിയിട്ട് ഇത് ഓൺ ആയിട്ട് വരും സിസ്റ്റം. അതായത് സ്പീഡ് അനുസരിച്ച് അതിൽ വെച്ചിരിക്കുന്ന റാമിന്റെയും പ്രൊസസറിന്റെയും സ്പീഡ് അനുസരിച്ചായിരിക്കും ഓൺ ആയി വരുന്നത്. അപ്പൊ ഇതുപോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓൺ ആയി കഴിഞ്ഞു. ഓക്കെ, ഓൺ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി ഓഫ് ആകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഐക്കൺസ് എന്ന് പറയുന്നത് ഈ ഒരു വിഭാഗത്തിനാണ് ഐക്കൺസ് എന്ന് പറയുന്നത്. ഓരോരോ ബട്ടൺ പോലെ ഓരോ ചിഹ്നങ്ങൾ കൊടുത്തിരിക്കുന്നതിനാണ് ഐക്കൺ എന്ന് പറയുന്നത്. ഇതിന് സ്റ്റാർട്ട് ബട്ടൺ എന്ന് ഞാൻ കാണിച്ചതല്ല, ഇത് ഇവിടെ വിൻഡോസിന്റെ ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നതെന്ന്. ഷട്ട് ഡൗൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് തന്നെ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കാം. സ്റ്റാർട്ട് ബട്ടൺ എന്ന് വെച്ചാൽ വിൻഡോസിന്റെ ബട്ടൺ വരുമ്പോൾ ഇതുപോലെ വരും. വിൻഡോസ് 10 ആണെങ്കിൽ 10ന്റെ ആയതുകൊണ്ട് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കാം. അതിൽ വീണ്ടും മുകളില് സ്വിച്ച് ഓഫിന്റെ ചിഹ്നം ഉണ്ടാവും. അവിടെ ഞെക്കിക്കഴിഞ്ഞാല് സ്വിച്ച് ഓഫ്, അതായത് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, വീണ്ടും നമ്മൾ ഓഫായിട്ട് പോയിക്കോളും. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം, ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള കാര്യം. അപ്പൊ ഈ വീഡിയോ CPU പിന്നെ ഓഫ് ചെയ്യണമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതിലോട്ട് തിരിച്ചു വരട്ടെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളുടെ നേരത്തെ ചെയ്തത് തിരിച്ച് ചെയ്യണം. ഏതൊക്കെയാണ്? മോണിറ്ററിന്റെ സ്വിച്ച് ഓഫ് ആക്കണം. CPU-ന്റെ പവർ ബട്ടൺ ഓഫ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കേട്ടോ. അതിനുശേഷം പവർ ബട്ടൺ ഓഫ് ആക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം നിർബന്ധമായിട്ട്. ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം പവർ ബട്ടൺ മസ്റ്റ് ആയിട്ട് ഓഫ് ആക്കിയിരിക്കണം. എന്തൊക്കെ വന്നാലും ചിലരൊക്കെ മോണിറ്ററിന്റെ ഓഫ് ആക്കാതെ പോവാറുണ്ട്. കുഴപ്പമില്ല, അത് ചെയ്തോന്ന് വെച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരൊറ്റ സെക്കൻഡ് ഒരു കോള് ചേച്ചി, ഞാൻ ക്ലാസ്സിലാണ്, ചേച്ചി ഇറങ്ങിയിട്ട് വന്നാ പോലെ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓൺ ആക്കുന്നതിനെയും ഓഫ് ആക്കുന്നതിനെയും കുറിച്ചാണ്. ഓൺ ആക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ അതിൽ തന്നെ പവർ ബട്ടൺ ഓൺ ആക്കാം. അതിനുശേഷം മോണിറ്റർ ഓൺ ആക്കാം. പിന്നെ നമ്മളുടെ CPU-യിൽ ഒരു പവർ ബട്ടൺ ഉണ്ടാവും, അതും കൂടി ഓൺ ആക്കി കൊടുക്കാം. അതേ ഇലക്ട്രിസിറ്റിയുടെ ബട്ടൺ ഓൺ ആക്കാം, സ്വിച്ച് ഇടണം. അതേ ഇലക്ട്രിസിറ്റിയുടെ സ്വിച്ച് ഇടാം. അതിനുശേഷം UPS-ന്റെ പവർ ബട്ടൺ ഓൺ ആക്കാം. ശേഷം
നമ്മുടെ CPU-ന്റെ പെർ ബട്ടൺ ഓൺ ആക്കാം. അതിനുശേഷം മോണിറ്ററിന്റെ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കിയിടാം. അതിൽ ഓഫ് ആക്കി ഇടാറില്ല. ഓക്കെ, ഓഫ് ആക്കി ഇടണം ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് നല്ലൊരു നല്ല കർത്തവ്യബോധമുള്ള ആൾക്കാർ ചെയ്യുന്നത് ശരിക്കും. അപ്പൊ നമ്മളിത് അപ്പൊ പിന്നെ തന്നെ ഓണായി നമ്മൾ ഓഫ് ആക്കുന്ന നേരെ തിരിച്ച് വിൻഡോസിന്റെ ചിഹ്നം ഉണ്ടാവും. വിൻഡോസിന്റെ ചിഹ്നത്തിലേക്ക് കഴിഞ്ഞാൽ ഇതില് വിൻഡോസ് 11 ഇതുപോലെയാണ് കേട്ടോ. പവർ ഞെക്കി കഴിയുമ്പോൾ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അത് ഞെക്കി കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ആയി പോകും. ഞാൻ കൊടുക്കുന്നില്ല. ഷട്ട് ഡൗൺ ആയാൽ പിന്നെ നിങ്ങളായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റൂല. ഓക്കെ, അതിനൊക്കെ ക്ലാസ് നേരെ ഷട്ട് ഡൗൺ ആയി പോകും. ഓരോന്നായിട്ട് ക്ലോസ് ആയിട്ട് ഷട്ട് ഡൗൺ ആയി പോകും. വിൻഡോസ് 10 പക്ഷേ വ്യത്യാസമുണ്ട്. വിൻഡോസ് 10 11 ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്ക്. 10 ഈ വിൻഡോ ബട്ടൺ വരുന്നത് ഈ അറ്റത്തായിട്ടാണ്, ലെഫ്റ്റ് സൈഡില് താഴെയായിട്ടാണ് വരുന്നത്. നടുക്കായിട്ടാണ്, സെൻട്രലിലാണ് വരുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലാണ് വിൻഡോസ് 10 വരുന്നത് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചിഹ്നം ഉണ്ടാവും. ഷട്ട് ഡൗൺ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, ഷട്ട് ഡൗൺ ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതുകൂടാതെ ഒരു കീയും കൂടി ഉണ്ട്. അതിപ്പോ ഇവിടെ ഞെക്കാൻ പറ്റൂല. ഓക്കെ, വിൻഡോസ് ആൾട്ട് എന്റർ അടിച്ചു കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ആയി പോകുന്ന ഇതുണ്ട്. ഇതിപ്പോ ചെയ്യാൻ പറ്റില്ല നമുക്കിവിടെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഓൺ ആക്കാനും ഓഫ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഈ വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അതിൽ ക്ലാരിഫിക്കേഷൻ മനസ്സിലാവുള്ളൂ. ഒട്ടുമിക്കവര് ചെയ്ത് നോക്കിയവരുണ്ടാവും, ചെയ്ത് നോക്കാത്തവര്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഭാഗത്തോട്ട് പോകാല, പാഠഭാഗത്തോട്ട് പോകാല. എക്സൽ, വേർഡ്, അതുകൂടാതെ പവർ പോയിന്റ് എന്നീ ഭാഗങ്ങളിലോട്ട് പോകാല. മൈക്രോസോഫ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ. ഓക്കെ, ഓക്കെ. അല്ല, വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല. ഒരാൾ മാത്രമേ പറഞ്ഞോളല്ലോ. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണോട്ടാ. ചോദിക്കോട്ടെ? ഇല്ല സാർ, പോകാം. ഓക്കെ, പോവുകയാണ്. അപ്പൊ നമുക്കിനി നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിലേക്കാണെന്ന് വിചാരിച്ചു. നമ്മളോട് ഒരു ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്നാ, എക്സൽ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്നാ, അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് തന്നെന്നാ, അല്ലെങ്കിൽ ഒരു വേർഡ് ഒരു സാധനം ടൈപ്പ് ചെയ്ത് തന്നെന്നാ എന്തെങ്കിലും പറയുകയാണ്. ടൈപ്പ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ മൈക്രോസോഫ്റ്റില് ഓഫീസ് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇതിന്റെ അകത്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. മെനു എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓഫീസ് സ്യൂട്ട്. മൈക്രോസോഫ്റ്റ് 365 ഓഫീസ് എന്ന് പറയുന്നതാണ് സാധാരണ രീതിയിൽ മൈക്രോസോഫ്റ്റിന്റെ വരുന്നത്. അത് ഞാൻ എടുത്ത് കാണിച്ചതാ. അതിന്റെ അകത്ത് വേർഡ് ഉണ്ടാവും, എക്സൽ ഉണ്ടാവും, പവർ പോയിന്റ് ഉണ്ടാവും. ഇത് മൂന്നും ഉണ്ടാവും. ഒന്ന് വലുതാക്കി കാണിച്ചതാ കുറച്ചും കൂടി. ഓക്കെ, ഇത് മൂന്നും വരും. വേർഡും വരും, എക്സലും വരും, പവർ പോയിന്റും വരും. ഇനി വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇത് ഇപ്പൊ കാണിച്ചു തന്നത് വിൻഡോസിൽ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്നതാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അതേസമയം തന്നെ ഗൂഗിൾ എന്ന് പറയുന്ന ബ്രൗസർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. ഗൂഗിളില് ഇതേ സംവിധാനങ്ങളെല്ലാം തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു സിസ്റ്റത്തില് നമ്മുടെ ഓഫീസ് 365 എന്ന് കാണിച്ചല്ല, മൈക്രോസോഫ്റ്റ് ഓഫീസ് 365, അതിന് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും സാധാരണ രീതിയിൽ. ചിലവര് സിസ്റ്റം മേടിക്കുമ്പോ തന്നെ അതിൽ തന്നെ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല. ചിലരുടെ ഇതുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഗൂഗിളിന്റെ ഇതേ സെയിം സംവിധാനമുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്. അതൊന്നും നമുക്ക് നോക്കാം. അതിന് ഇതേ സെയിം സംവിധാനം ഗൂഗിളിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് മൈക്രോസോഫ്റ്റിന്റെ പൈസ കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഗൂഗിളിന്റെ എപ്പോഴും നമ്മൾ ഒരു ക്രോം ബ്രൗസറാണ് ഗൂഗിളിന് വേണ്ടി ഉപയോഗിക്കുന്നത്.
ക്രോം ബ്രൗസർ. ഗൂഗിളിന്റെ നമ്മൾ ഓപ്പൺ ആയിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇവിടെ മെനു ഉണ്ടാവും. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കണ ആരാണെന്നുള്ളത് ഉണ്ടാവും. ഓക്കെ, ജിമെയിൽ, ഇമേജസ്, പടം. ഈ മെനുവിൽ ഞെക്കിക്കഴിഞ്ഞാല് ഷീറ്റ്സ്, ഗൂഗിളുമായി ബന്ധപ്പെട്ട എല്ലാ ആപ്പുകളും അതിലുണ്ടാവും. ഷീറ്റ്സ്, ഗൂഗിൾ ഷീറ്റ്സ് ആണത്. ഗൂഗിൾ ഡോക്സ് വേർഡിന് പകരം ഉപയോഗിക്കുന്നതാണ്. ഇത് എക്സലിന് പകരം ഉപയോഗിക്കുന്നതാണ്. ഷീറ്റ്സ്. ഡോക്സ് ഉപയോഗിക്കുന്നത് വേർഡിന് പകരമാണ്. ഇനി ഞാൻ പ്രസന്റേഷന്റെ പറഞ്ഞില്ലേ, പ്രസന്റേഷന് പകരമാണ് സ്ലൈഡ് ഉപയോഗിക്കുന്നത്. സ്ലൈഡ്. ഈ മൂന്ന് ആപ്പുകളാണ് അവിടെ മൈക്രോസോഫ്റ്റിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ മൊബൈലിലും ഉപയോഗിച്ച് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ആപ്പുകൾ. ഗൂഗിളിൽ ചെന്നിട്ട്, അതായത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുതരാം. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷീറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്സ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റും. മൊബൈലിലായാലും ഉപയോഗിക്കാൻ പറ്റും. മൊബൈലിൽ വെച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 365, അതായത് എക്സല്, വേഡ്, ഇതിലേതെങ്കിലും ഒരെണ്ണം നോക്കാം. ആദ്യം പ്രയാസമുള്ളത് തന്നെയാണ് ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ഭാഗം നോക്കാൻ പോകുന്നത്. വേഡ് എളുപ്പമാണ്, ടൈപ്പ് ചെയ്യലാണ്. അതിൽ കുറച്ച് മെനു മുകളിലുണ്ടെന്നുള്ളൂ. 2-3 ബാർ ഉണ്ടാവും, മെനു ബാർ ഉണ്ടാവും, ടൂൾ ബാർ ഉണ്ടാവും. ആ ടൂളിൽ നിന്ന് ഓരോന്ന് എടുത്ത് നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. എക്സലും വലിയ പ്രയാസമുള്ളതല്ല. ഓക്കെ, നമുക്ക് പ്രയാസമുള്ളത് തന്നെ ആദ്യം പഠിക്കാം. പ്രയാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പോയിന്റ്. പവർ പോയിന്റ് ആണ് പവർ പോയിന്റ് പ്രസന്റേഷൻ. അതാണ് ഏറ്റവും പ്രയാസമുള്ളത്. ഈ പവർ പോയിന്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക് പലപ്പോഴും. പവർ പോയിന്റിൽ പല രീതിയിൽ വർക്ക് ചെയ്യാം. നിങ്ങൾ 24 ചാനല്, 24 ന്യൂസ് ചാനല് കാണുന്ന എത്ര പേരുണ്ട് ഇതില്? കാണാറുണ്ട് അല്ലെ? 24 ന്യൂസ് ചാനൽ അടി കൂടി എഴുതി പോകുന്നത് കാണാറുണ്ട്. പിന്നെ ഓരോ സാധനം, മഞ്ഞ സാധനമൊക്കെ ഇങ്ങനെ തുറന്നു വന്നതും ചുവപ്പും ഇതൊക്കെ മാറിപ്പോണതും അങ്ങനെ കാണാറില്ലേ? നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് അല്ലേ? ചുമപ്പ് റെഡി ആയിട്ട് വന്നിട്ട് അതിൽ വലിയ അക്ഷരത്തിൽ എഴുതി വരും ഹെഡിങ്സ്. എന്നിട്ട് പിന്നെ അത് ചെറുത് അത് പോകും. മുകളിൽ മഞ്ഞ പാറുണ്ടാവും, ചിഹ്നം കറങ്ങിക്കൊണ്ടിരിക്കേണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം നടക്കുന്ന പ്രസന്റേഷനിൽ കൂടിയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, പ്രസന്റേഷനിൽ അത്രയും വിദഗ്ധരായിട്ട് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ നമുക്കിപ്പോ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കണം. കുഞ്ഞ് എഴുതിയുന്ന വീഡിയോ, എഴുതിയൊക്കെ പോകുന്ന ഭംഗിയുള്ള വീഡിയോ, ആനിമേഷൻ വീഡിയോ, അതുണ്ടാക്കാം. ഒരു പോസ്റ്റർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നോട്ടീസ് ഉണ്ടാക്കണം. അതെല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പ്രസന്റേഷനിൽ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പോകേണ്ടത് മെനു എടുക്കാം. വിൻഡോസ് മെനു. അതില് ഓഫീസ്, മൈക്രോസോഫ്റ്റ് 365 ഓഫീസ് എടുക്കാം. അതില് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതിൽ സൈൻ ഇൻ ചെയ്തിട്ടില്ല. എന്റെ മറ്റേ സിസ്റ്റത്തിലാണ് സൈൻ ഇൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു തൽക്കാലത്തേക്ക് സൈൻ ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ സിസ്റ്റം എടുക്കണം. മറ്റേ സിസ്റ്റം ഇവിടെ നിന്ന് എടുപ്പിക്കാം. എന്നിട്ട് അതിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്യുന്ന ആ സിസ്റ്റം ഒക്കെ തന്നെ എടുത്തോണ്ട് അപ്പോഴേക്കും നമുക്ക് ഗൂഗിളിൽ ചെയ്യുന്നത് നോക്കാം. ഗൂഗിളിൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗൂഗിളിൽ ചെയ്യുന്ന അങ്ങനെ ഇത്തിരി കൂടി കൂടുതൽ ഫെസിലിറ്റീസ്, ഓപ്ഷൻസ് കുറച്ച് കൂടുതലായിട്ട് മൈക്രോസോഫ്റ്റിന്റെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഗൂഗിളിന്റെ നോക്കാം. ഗൂഗിളിന്റെ ന്യൂ ടാബ് എടുത്തിട്ട് മെനു എടുക്കുന്നു, സ്ലൈഡ്സ് എടുക്കുന്നു. സ്ലൈഡ് എടുക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇപ്പൊ നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ കാണിച്ചത് ഒരു പ്രസന്റേഷൻ. ഇതാണ് നമ്മളുടെ ഒരു ചെയ്ത് വെച്ച ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ. നിങ്ങൾക്ക് ഫസ്റ്റത്തെ ക്ലാസ് ഒക്കെ പ്രസന്റേഷൻ PDF ആണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ? ഇൻട്രൊഡക്ഷൻ, ഓരോരോ സ്ലൈഡുകളാണ്. ഇതിൽ പ്രധാനമായിട്ട് അതിന് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി വീഡിയോ കാണിച്ചതാ.
ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്ട 1 2 3 4 5 6 7 8 വരെ എഴുതിക്കണ്ട. ഇത് ഓരോ സ്ലൈഡുകളാണ്. 1 ക്ലിക്ക് ചെയ്തപ്പോ 1 നമുക്ക് കാണാൻ വലുതായിട്ട്, 2 ക്ലിക്ക് ചെയ്തപ്പോ 2 വലുതായിട്ട് കാണാം, 3ാമത്തെ സ്ലൈഡ്, 4ാമത്തെ സ്ലൈഡ്, 5ാമത്തെ സ്ലൈഡ്, 6ാമത്തെ, 7ാമത്തെ, 8ാമത്തെ, അങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് സ്ലൈഡ് ഇതൊന്ന് ഓൺ ആക്കിക്കോട്ടെ ഇവിടെ വെച്ചിട്ട്. ലൈവ് ക്ലാസ് ഒന്ന് എടുത്തു. ഇതാണ്. അപ്പോൾ ഈ സ്ലൈഡ് ഒന്ന് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വെറുതെ തമാശ കിട്ടിയിരിക്കാവുന്ന സ്ലൈഡാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. റെക്കോർഡിംഗ് ആണെന്ന് പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, കുഴപ്പമില്ല. ഇതൊരു വീഡിയോ ഒക്കെ മാറ്റാൻ പറ്റും നമുക്ക് ഇതുപോലെ. അപ്പൊ PPTX എന്ന് പറയുന്ന ഒരു ഫയൽ ഫോർമാറ്റ് ആയിരിക്കും ഇതിൽ വരുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് ബേസിക് ആയിട്ട് നോക്കാം. അപ്പോഴേക്കും അത് ഓൺ ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും ഇങ്ങനെയാണ് സ്ലൈഡുകൾ ഓരോന്ന് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പുതിയൊരു സ്ലൈഡ് വേണം നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ചെയ്തിരിക്കണ വർക്കിന്റെ കേട്ടോ, അല്ലെ ചെയ്യണ വർക്ക് മുതൽ ആദ്യം മുതലേ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളൊരു പുതിയ സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാണിച്ചു തരാം. ഇതുപോലെ ആയിരിക്കും ഗൂഗിൾ സ്ലൈഡ്സിൽ. ഓക്കെ, മറ്റേതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മ്യൂട്ട് ചെയ്തേക്കട്ടെ. ഓക്കെ, ഞാൻ ഇതിൽ നിന്നായിരിക്കും പ്രസന്റ് ചെയ്യുന്നത് കുറച്ച് നേരത്തേക്ക്. ഓക്കെ, മറ്റേത് വീഡിയോ ഒന്ന് ഓഫ് ആക്കിയിട്ടേക്കട്ടെ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, അപ്പൊ ഇത് ഈ സിസ്റ്റത്തിൽ നിന്ന് പ്രസന്റ് ചെയ്യാം. ഈ സിസ്റ്റത്തിലാണ് ഞാൻ പറഞ്ഞില്ലേ, മറ്റേതില് പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അതില് ചെയ്യാൻ പറ്റാത്തത്. വിൻഡോസിന് പൈസ കൊടുക്കണം, എന്നാല് മാത്രമേ നമുക്ക് വിൻഡോസിന്റെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇതില് പ്രസന്റേഷൻ ഇതിലൊന്ന് ഓൺ ആക്കിയേക്കട്ടെ. ഒറ്റ സെക്കൻഡ്. ഓക്കെ, പ്രസന്റിങ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് പവർ പോയിന്റ് എടുക്കാം. നമ്മൾ വിൻഡോസിൽ എടുക്കാം. വിൻഡോസിന്റെ എടുക്കുന്നു. വിൻഡോസിന്റെ എടുത്തു കഴിഞ്ഞതിന് ശേഷം 365 ഇതിലൊക്കെ നേരെ പവർ പോയിന്റ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് നേരെ പുറത്തെടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് എക്സൽ, വേഡ് ഒക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് ഓഫീസ് സാധാരണ രീതിയിൽ 365 ഓഫീസിന്റെ അകത്താണ് കിടക്കുന്നത്. ഞാൻ പുറത്തെടുത്തിട്ടാണ് കേട്ടോ. പവർ പോയിന്റ് എടുക്കാം നമുക്ക്. പവർ പോയിന്റ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട് പവർ പോയിന്റ്. പവർ പോയിന്റ് ഓപ്പൺ ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് സ്ക്രീനിൽ. ഓക്കെ, ഇതിൽ നമുക്കൊരു ഹോം ഉണ്ട്, ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, അങ്ങനെയുണ്ട്. ഹോമിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഹോം അതായത് പവർ പോയിന്റ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ കാണുന്നതാണ് സ്ക്രീനാണ് ഹോം എന്ന് പറയുന്നത്. ഇവിടെ ഹോം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ന്യൂ മാറുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഓപ്പൺ ചെയ്യാം, പുതിയ പഴയ ഏതെങ്കിലും ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഹോമിലായിരിക്കും വരുന്നത്. ഇവിടെ ഹോം ഉണ്ടാവും. ഓക്കെ, ഹോമിൽ മുമ്പ് ചെയ്തത് കാണാൻ പറ്റും. ഇവിടെ കിടപ്പുണ്ടാവും ഓരോന്ന്. ആനിമേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ. ഞാനൊരു ഉദാഹരണം കാണിച്ചതാ ചെയ്തത്. ആ ഫയൽ പോയിട്ടുണ്ടാവും ക്ലാസ്സിൽ. ഫോമില് മിസ്സിംഗ് നമ്പർ ആൻസർ ഇത് നേരത്തെ ചെയ്തിരിക്കുന്ന പിള്ളേർക്ക് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രസന്റേഷൻ ആണ്. ഇതൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട്, കാണിച്ചതാ. ഇതെങ്ങനെ
ഇത് കണ്ട, ഇതിൽ കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ സ്ലൈഡുകളാണ് ഈ കാണുന്നത്. 1, 2, 3-ാമത്തെ സ്ലൈഡ്, 4-ാമത്തെ സ്ലൈഡ്, 5-ാമത്തെ സ്ലൈഡ്, 6-ാമത്തെ സ്ലൈഡ്, 7-ാമത്തെ സ്ലൈഡ്, അങ്ങനെ വേണ്ട. ഓക്കെ, അതിനു മുമ്പ് ഇതൊക്കെ സ്ലൈഡുകളാണ്. ഇപ്പൊ ഞാൻ ഈ സ്ലൈഡ് എടുത്തു, കണ്ട ഈ സ്ലൈഡ്. ഓക്കെ, ഇതിൽ ഞാനൊരു കാര്യം കൂടി ചെയ്തേക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫോമിൽ ചെന്നിട്ടായ തന്നെ മിസ്സിംഗ് നമ്പറിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, മിസ്സിംഗ് നമ്പറിന്റെ ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കാണിക്കുമ്പോൾ ഒരു ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്ലൈഡ് ആണ്. അത് നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരികയാണ്. നിങ്ങൾ ഇതുപോലത്തെ സ്ലൈഡൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കി ഇട്ടത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ എന്താ സ്ലൈഡ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ധാരണ വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഈ സ്ലൈഡ് ഒന്ന് ഇതിൽ എത്ര സ്ലൈഡ് ഉണ്ടെന്ന് നോക്കാം. 1-ാമത്തെ, 2-ാമത്തെ സ്ലൈഡ്, 3-ാമത്തെ സ്ലൈഡ്, 4-ാമത്തെ സ്ലൈഡ്, 5-ാമത്തെ സ്ലൈഡ്, 6-ാമത്തെ സ്ലൈഡ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്പർ പഠിപ്പിക്കുന്ന ഒരു സ്ലൈഡാണത്. നമ്പറിന്റെ ഒരു ചോദ്യ രീതിയാണ്. ഓക്കെ, നമുക്ക് അതിനുവേണ്ടി ഉണ്ടാക്കിയാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഈ സ്ലൈഡ്. ട്രെയിൻ പോയി തന്നെത്താനെ ഉണ്ട് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. നമ്മളൊന്നും ചെയ്യുന്നില്ല. അടുത്ത സ്ലൈഡ് വന്നിട്ടുണ്ടാവും. അതേതാണെന്ന് അറിയാം. 2-ാമത്തെ അല്ലെ, നമുക്കറിയാം 2 അവിടെ വരേണ്ടത്. ശരി, പക്ഷെ ഇവിടെ കുട്ടികളോട് ചോദിക്കുന്ന ഒരു സ്ലൈഡാണ്. ഇതിന്റെ ആൻസർ പറഞ്ഞു കൊടുക്കണം. 4, 5 അവിടെ വരേണ്ടത് അല്ലെ. 6, 7, 9. ഓക്കെ, ഇത് ചോദ്യമാണ്. ഇനി ഇതിന്റെ ഉത്തരം എങ്ങനെ ഇരിക്കും എന്നുള്ളതും നമ്മൾ സ്ലൈഡ് ആക്കി മാറ്റിയത്. അതും കാണിച്ചുതരാം. അതുകൊണ്ട് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് ഉത്തരത്തിന്റെ സ്ലൈഡ്. ഇതൊന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൽ ആൻസറും കൂടി ഉണ്ടാവും. അത് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ, സോറി, ആൻസർ അല്ല. ക്വസ്റ്റ്യൻ ആൻസർ എവിടെയാണ് നോക്കിയൊക്കെ ആണ്. ആൻസർ ഉണ്ടായിരുന്ന മിസ്സിംഗ് നമ്പർ ആൻസർ. ഇത് കാണിച്ചിരുന്നത് സ്ലൈഡ് എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ആൻസറും കൂടി ഉണ്ടാവും. അല്ല, ഇതിൽ ആൻസർ ഇല്ലല്ലോ. ആൻസർ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇതില് നോക്കിയാട്ടെ, ഒന്ന് അടുത്തത് നോക്കട്ടെ. ഇവിടെ ആൻസർ തന്നെയാണ്, സോറി. 1, 2, 3. അതിനെ ക്വസ്റ്റ്യൻ വന്നിട്ട് 4 ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്നുള്ളതില്ല അവിടെ. അതിന്റെ ആൻസർ വരുമായിരിക്കാം. നോക്കാം നമുക്ക്. 4, 5 അവിടെ ആൻസർ പറഞ്ഞത്. 5, 6. ഓക്കെ, 7, അപ്പൊ ഇതൊക്കെ ഒരു ഉദാഹരണം കാണിച്ചെന്നാ സ്ലൈഡിന്. വേറെ ഒരുപാട് ഉദാഹരണമുണ്ട്. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചെന്നാ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഹോമിൽ ചെന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിലോട്ട് വരാം. നമുക്കൊരു പുതിയ പ്രസന്റേഷൻ ആണ് ഉണ്ടാക്കേണ്ടത്. ആ പുതിയ പ്രസന്റേഷൻ എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നില്ല, ഓവറായിട്ട് കുറച്ച് കാര്യങ്ങളെ ഇന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു പുതിയ പ്രസന്റേഷൻ എടുക്കാൻ നമ്മൾ പ്രസന്റേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹോമിലായിരിക്കും വരുന്നത്. നമുക്ക് വേണ്ടത് പുതിയതാണ്. അപ്പൊ ന്യൂ എടുക്കാം. ന്യൂ എടുക്കുമ്പോൾ ഇതുപോലെ ഇവിടെ വരും. ഓൾറെഡി കുറെ ടെംപ്ലേറ്റുകൾ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ടെംപ്ലേറ്റുകൾ എന്ന് പറയും. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ആരൊക്കെയോ ഉണ്ടാക്കി ഇട്ടതാണ്. അത് നമുക്ക് റീയൂസ് ചെയ്യാം. നമുക്ക് എടുത്തിട്ട് നമുക്ക് അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്കത് മാറ്റം പറ്റി നമുക്ക് ഉണ്ടാക്കിയിടാം. അവിടെ നമ്മുടേതാക്കിയിട്ട് വേഗം ഉണ്ടാവും. ഓരോന്ന്
ബ്ലാങ്ക് പ്രസന്റേഷൻ, അതായത് ഒന്നുമില്ലാത്തത്. ഇതൊക്കെ ടെംപ്ലേറ്റുകളാണ്. ജിയോമെട്രിക് ബ്ലോക്ക്, സെറ്റ്, നേച്ചർ കോഴ്സ് പ്രസന്റേഷൻ, നേച്ചറുമായി ബന്ധപ്പെട്ടത്, കളർ സ്വാച്ച്, അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ പട്ടികളുടെ നമ്പറുകളുടെ അങ്ങനെ ഇതൊക്കെ ഓരോരോ ടെംപ്ലേറ്റുകൾ എന്നാണ് പറയുന്നത്. ഇതിനല്ല നമുക്ക് ആവശ്യമുള്ളത് ഇതിന് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ സർക്യൂട്ട് എന്ന് പറയുന്നവരെ ഉണ്ടാക്കിയിട്ട് അവനൊരു പ്രോജക്റ്റിനാണ് അതെടുത്തിട്ട് അവന് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൽ സർക്യൂട്ട് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്താണ് എന്നുള്ളത്. ടൈറ്റിൽ റെസിസ്റ്റർ എന്നാണ്. റെസിസ്റ്റർ. ഓക്കെ. എന്നിട്ട് ഇവിടെ അതിന്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഓം യൂണിറ്റ് ഈസ് ഓം. ഓം ഈസ് ദ യൂണിറ്റ് എന്ന് എഴുതാം. ഓം. യൂണിറ്റ് of resistance. ഓക്കെ, ഫസ്റ്റത്തെ പെട്ടെന്ന് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഇതിനോട് ആഡ് ചെയ്യാം. ഒരെണ്ണം കൂടി ആഡ് ചെയ്യണം. ഒരു സ്ലൈഡും കൂടി വേണം. അപ്പൊ എന്ത് ചെയ്യാം, ഇതില് ഇനി അടുത്ത പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോട്ടെ. ഞാൻ ഇപ്പൊ ടെംപ്ലേറ്റ് എടുത്താണ് കാണിക്കുന്നത്. ടെംപ്ലേറ്റ് അല്ലാതെ ബ്ലാങ്കിലും കാണിച്ചതാണ്. ടെംപ്ലേറ്റ് ഇപ്പൊ നമ്മൾ ടെംപ്ലേറ്റ് എടുത്തിട്ട് കാണിക്കണം. ഇതില് മുകളിലൊരു ടൂൾ ബാർ ഉണ്ട്, കണ്ടില്ലേ? ഈ ടൂൾ ബാറിന് ഫയലിൽ ഞെക്കുമ്പോഴാണ് നമ്മൾ ഹോമിലോട്ടൊക്കെ പോകാൻ പറ്റുക. ഇതല്ലാതെ ഹോമിലോട്ട് പോകാനും പറ്റണം. ഇൻസെർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെന്തൊക്കെയാണ് അപ്പൊ ഇൻസെർട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്ലൈഡ് ഇൻസെർട്ട് ചെയ്യാൻ വേണമെങ്കിൽ ടേബിൾ ഇൻസെർട്ട് ചെയ്യാം, പിക്ചർ ഇൻസെർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പിക്ചർ റെസിസ്റ്ററിന്റെ പിക്ചർ ഇൻസെർട്ട് ചെയ്യാനാണ്. പിക്ചർ ഉണ്ട്, സ്ക്രീൻഷോട്ട് ഉണ്ട്, ഫോട്ടോ ഉണ്ട്, 3D അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഷേപ്പുകള്, ചിഹ്നങ്ങള്, ഇവിടെ ഓമിന്റെ സിമ്പലൊക്കെ ഉണ്ടാവും. ഓക്കെ. അതുകൂടാതെ ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ കയറ്റാം അതില്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ഇൻസെർട്ട് ചെയ്യാം. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഒരു പിക്ചറാണ് ഇൻസെർട്ട് ചെയ്യാൻ പോകുന്നത്. ഇൻസെർട്ട് പിക്ചർ എടുക്കുന്നു. ഈ ഡിവൈസിൽ ഇല്ല എൻ്റെ, അതുകൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് എടുത്തിട്ട് ഓൺലൈനിൽ നിന്ന് എടുത്തിട്ട് കയറ്റാണ്. ഈ ഡിവൈസിൽ ഉണ്ടെങ്കിൽ അത് കയറ്റാം. ഞാൻ പുറത്തുനിന്ന് കയറ്റാണ് ഓൺലൈൻ പിക്ചേഴ്സ്. ഓൺലൈൻ പിക്ചർ സെർച്ച് വരുമ്പോൾ വരട്ടെ. എന്തെന്നാ വേണ്ടതെന്ന് വെച്ചാൽ പഠിക്കാം. റെസിസ്റ്റർ സെർച്ച് ചെയ്തു വരട്ടെ. റെസിസ്റ്ററുമായി ബന്ധപ്പെട്ടത് ഒന്നും ഇതാണ് റെസിസ്റ്റർ എന്ന് പറയുന്ന സാധനം. അതിന്റെ ചിഹ്നം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. റെസിസ്റ്റൻസ് നോക്കുന്ന ഒരു കോഡൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടാൽ ഇതൊക്കെ എല്ലാ റെസിസ്റ്ററിന്റെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ചിഹ്നം, അതിന്റെ ചിഹ്നം മാത്രം ആയിരുന്നു. ഈ ചിഹ്നം എടുത്ത് അതോടൊപ്പം ഇൻസെർട്ട് ചെയ്യാനായിട്ട് അത് ഇതിൽ വരും. വരട്ടെ, വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണം മാറ്റിയിടാം. രണ്ടും കൂടെ ഒരുമിച്ചാൽ മതി. കൺട്രോൾ സെറ്റ് ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ ചെയ്ത വർക്ക് ബാക്ക് ചെയ്യാനായിട്ട് കൺട്രോൾ സെറ്റ്. ഞാൻ ഒരു രണ്ടാമത് നോട്ട് ചെയ്യണം. ഒരു പടം മാത്രം കിട്ടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസെർട്ട് പിക്ചർ, ഓൺലൈൻ പിക്ചേഴ്സ്. ഓൺലൈൻ പിക്ചർ വരുമ്പോൾ ഒരു ടൂൾ ബാർ വന്നു. അവിടെ റെസിസ്റ്റർ അടിച്ചു, എൻ്റർ അടിച്ചു. റെസിസ്റ്ററുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പിക്ചേഴ്സ് വന്നു. അതിൽ ആ ചിഹ്നമാണ് ഇപ്പോൾ കയറ്റാൻ പോകുന്നത്. റെസിസ്റ്ററിന്റെ ചിഹ്നം നമുക്കുള്ളത്. ഈ ഒരു ചിഹ്നം കയറ്റുക, ഈ ഒരു പടം കയറ്റുകയാണ്. റെസിസ്റ്റർ എന്താണെന്നുള്ളത് കാണിക്കാനായിട്ടുള്ള ഇതാണ് പടം. ഈ പടത്തിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ കോർണറിൽ പിടിച്ചാൽ കഴിഞ്ഞാൽ ചെറുതാക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ മാർക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മാറ്റാൻ പറ്റും. ഓക്കെ, ഫസ്റ്റത്തെ പേജ് കഴിഞ്ഞ്, എളുപ്പം കഴിഞ്ഞ്. ഓക്കെ, ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ചെറുതാക്കാം. ഓക്കെ, അത്ര ഉള്ളൂ ഇത് ഉണ്ടാക്കലെന്ന് വന്നു കഴിഞ്ഞാൽ ഒരിത്. സെക്കൻഡ് പേജ് നമുക്ക് ഒരു പേജും കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു പേജും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ താഴെ പേസ്റ്റ്, അതുകൂടാതെ ഇവിടെ കുറച്ചാണ്. ഇവിടെ ന്യൂ സ്ലൈഡ് എന്ന് എഴുതിക്കുന്നു. ഒരു സ്ലൈഡും കൂടെ വരും. ന്യൂ സ്ലൈഡ് ചെയ്യാം. ഏത് ടൈപ്പ് വേണം, ഇതിൽ ഏത് ടൈപ്പ് വേണം? ഇവിടെ കുറെ എണ്ണം വരും. ടൈറ്റിൽ ഓൺലി മതി എനിക്ക്.
എനിക്ക് വേറെ ഒന്നും എഴുതണ്ട, ടൈറ്റിൽ മാത്രം എഴുതിയാൽ മതി. ഇവിടെ ടൈറ്റിൽ ആഡ് ചെയ്യാം. റെസിസ്റ്റർ തന്നെ കൊടുക്കുകയാണ്. തന്നെ കൊടുത്തു. ഈ റെസിസ്റ്ററിന് കൊടുത്തു നമ്മൾ. ഇതിപ്പോ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഈ റെസിസ്റ്ററിന് നമുക്ക് ഫോണ്ട് മാറ്റണം. ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിവിടെ ഹെഡിങ് ഫോണ്ടുകളാണ് ഇതെല്ലാം. അൾജീരിയ ആക്കി മാറ്റണം. അത് അങ്ങനെയാണ്ട മാറ്റുന്നത്. അപ്പൊ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ താഴെ ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ ഫോണ്ട് മാറ്റാൻ പറ്റും. നമുക്ക് ഏത് ടൈപ്പ് വേണം, ഏരിയൽ ബ്ലാക്ക്, കർണാടൻ ടീ, നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം, എന്നാലാണ്. ഇപ്പൊ ഞാൻ വേറൊരു ഫോണ്ട് ഇടാനുണ്ട്. ഈ ഒരു ഫോണ്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഫോണ്ട് മാറ്റി. ഇതിന്റെ വലിപ്പം കൂട്ടി. വീണ്ടും അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ വലിപ്പം കൂട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. 36 എന്നുള്ളത് 54 മാറ്റുന്നു, 60 മാറ്റുന്നു. ഓക്കെ, വലിപ്പം കൂടി. ഇത് നടുക്കോട്ട് ഇടണം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നടുക്കോണം നിട്ടും നമ്മൾ ഡ്രാഗ് ചെയ്യണം നിൽക്കുമ്പോഴത്തേന്. അതിനുശേഷം പിന്നെ ഇതിന്റെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. വേണം റെഡ് ആക്കി. വേറെ കളർ വേണം, ബ്ലാക്ക് വേണം, ബ്ലാക്ക് ആക്കാം. വേറെ കളർ വേണം, വൈറ്റ് വേണം, വൈറ്റ് ആക്കാം. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇതില് നമുക്ക് എന്തെങ്കിലും പാരഗ്രാഫ് ഒക്കെ അലൈൻമെന്റ് സെറ്റ് ചെയ്യാനായിട്ടാണ് ഇതൊക്കെ അലൈൻമെന്റ് സെറ്റ് ചെയ്യാനായിട്ടാണ്. ഞാൻ അലൈൻമെന്റ് ഈ സൈഡിലോട്ട് സെന്റർ അലൈൻമെന്റ് സെറ്റ് ചെയ്യാം. ഈ ഒരു ബോക്സിന്റെ സെന്ററിലോട്ട് പോകാം. ഈ ബോക്സിന്റെ സെന്ററിലോട്ട് പോയി അലൈൻമെന്റ് സൈഡിലോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ മാറ്റാനാണ്. ഇനി ഷേപ്പുകൾ കയറ്റാൻ വേണ്ടിയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഒരു ഷേപ്പ് കയറ്റാൻ പോകണം. ഒരു ചതുരത്തിൽ ഒരു ഷേപ്പ് കയറ്റാൻ പോകണം. ഷേപ്പ് എടുത്തു. ഷേപ്പ് ഇപ്പൊ കയറ്റി കഴിഞ്ഞപ്പോൾ അത് താഴോട്ട് പോയി അല്ലെ, ലെയർ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇവിടെ മാറ്റുന്നു. ചതുരത്തില ഈ ചതുരത്തില വേണ്ട നിൽക്കെങ്കിൽ, ഇത് വേണ്ടെങ്കിൽ കൺട്രോൾ സെറ്റ് അടിച്ചു കൊടുക്കാം. അത് വേണ്ടെങ്കിൽ കൺട്രോൾ സെറ്റ് എപ്പോഴും ബാക്ക്വേർഡ് പോകാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഒരു ചതുരം കയറ്റാൻ പോകണം. ഒന്നുകൂടി ചതുരം വീണ്ടും കയറ്റാൻ പോകണം. ഒരു ചതുരം വരച്ചു കൊടുക്കുകയാണ്. ചതുരം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം സെലക്ട് ചെയ്തിട്ട് അവിടെ നോക്കാനുണ്ട്. ഇല്ല, ഒരു ഓപ്ഷൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അത് വേറെ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഞാൻ കാണിച്ചതാം കേട്ടോ. അത് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചതാം. ഇപ്പൊ ഞാൻ ആ ചതുരം ഇവിടെ ഈ സൈഡിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിലൊരു പടം കൊടുക്കുന്നതിന് വേണ്ടിയാണ് വെക്കുന്നത്. ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു പടം കൊടുക്കണം. ഓക്കെ, വീണ്ടും നമ്മള് ഇൻസർട്ടിൽ പോകുന്നു. ഇൻസർട്ടിൽ പോയ ശേഷം ഒരു പിക്ചർ ആഡ് ചെയ്യാൻ അവിടെ പിക്ചർ എടുത്തു. പുറത്തുനിന്നാണ് പിക്ചർ എടുക്കുന്നത്. വീണ്ടും റെസിസ്റ്ററിൽ ഒരു പടം കൂടി കൊടുക്കണം നമുക്ക്. എന്റർ ചെയ്യുന്നു. ഒരു ചെറിയ പടം കൊടുക്കുകയാണ്. ഈ ഒരു പടം സെലക്ട് ചെയ്തു, ഇൻസർട്ട് ചെയ്യുന്നു. ആ പടം വരും. ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നു. അതിന് വലുതാക്കി കൊടുക്കാം. ഈ പച്ച നമ്മൾ ഇത്തിരി വലുതാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം കേട്ടോ. റെസിസ്റ്റർ ഇപ്പൊ 2 സ്ലൈഡായി. ആദ്യത്തെ സ്ലൈഡ് ഇത്, രണ്ടാമത്തെ സ്ലൈഡ് ഇത്. ഓക്കെ, 2 സ്ലൈഡ് ആയപ്പോൾ നമ്മൾ നേരത്തെ സ്ലൈഡിൽ കുറെ ഡിസൈൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മറിയണതൊക്കെ ആയിട്ട്. ഓക്കെ, അത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ടൂൾ ബാറിലോട്ട് തന്നെ പോവാം. അപ്പൊ ഫയൽ എന്തിനു വേണ്ടിയാണോ ഫയല്
നമുക്ക് ഇങ്ങനെ പോകുന്നതിന് വേണ്ടിയാണ്, ഹോമിലോട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഞാൻ ന്യൂ ബ്ലാങ്ക് പ്രസന്റേഷനിലോട്ട് തന്നെ പോവുകയാണ്. തിരിച്ച് സോറി ചേട്ടാ, ഫയൽ എടുത്തേക്കട്ടെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെപ്പോഴും ഇതില് മൈക്രോസോഫ്റ്റിന്റെ ചെയ്യണമെങ്കിൽ ഓരോ ചെയ്യുന്ന വർക്കുകളും നമ്മൾ ഇറങ്ങാൻ നേരത്ത് സേവ് ചെയ്ത് പോകണം, കൺട്രോൾസ് ചെയ്ത് പോകണം, എന്നാല് മാത്രമേ വർക്ക് ആവുകയുള്ളൂ. ഓക്കെ, അത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് നമുക്ക് അപ്പൊ ആദ്യം മൂലം തുടങ്ങാം. ഒന്നാമത് തുടങ്ങാം, ന്യൂ കൊടുക്കുകയാണ്. ഇത് അതൊക്കെ വിട്ടേക്ക്, പുതിയ ഒരെണ്ണം ചെയ്യാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ബ്ലാങ്ക് എടുക്കുകയാണ്. ഇവിടെ ബ്ലാങ്ക് പ്രസന്റേഷൻ നമ്മളോട് എടുക്കുകയാണ്. ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ എടുത്തു. ബ്ലാങ്ക് പ്രസന്റേഷൻ എടുക്കുമ്പോൾ ആദ്യം വരുന്നത് വൈറ്റ് ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ല, ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതിന് മുമ്പ് ഇവിടെ മുകളിലൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. ഫസ്റ്റ് ഫയൽ നോക്കണ്ട, ഫയലിലോട്ട് പോയാൽ ബാക്കിയും കൺട്രോൾ സേവ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ഇൻസെർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ ഇൻസെർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു. ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരക്കുന്നതിന് വേണ്ടി, എന്തെങ്കിലുമൊക്കെ വരച്ച് ചേർക്കാന്നുണ്ടെങ്കിൽ വരച്ച് ചേർക്കാം. ഓക്കെ, ഞാനിവിടെ കൺട്രോൾ സെറ്റ് അടിച്ച് ബാക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുള്ളത് എറേസർ ഒക്കെ ഉണ്ടെങ്കിൽ, പെൻസിലൊക്കെ ഉണ്ട്, സ്കെയിലൊക്കെ നമുക്ക് ഏത് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം, വരക്കാം. ഓക്കെ, ഇവിടെ ഡിഗ്രി അളന്നിട്ടുണ്ട്, കണ്ടില്ലേ ഡിഗ്രി. നമുക്ക് മാറ്റമൊക്കെ ചെയ്യാം നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട്. റൂളറുണ്ട്. ഇതിപ്പോ വീണ്ടും ഇതിലോട്ട് തന്നെ വരാം. അപ്പൊ ഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പടം വരക്കുന്നതിനൊക്കെ വേണ്ടിയാണ്. അതുകൂടാതെ ചിഹ്നങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായല്ലേ? ചിഹ്നമൊക്കെ ആഡ് ചെയ്യാം, അതൊക്കെ പോട്ടെ. പിന്നെ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അടുത്തത്. ഏതെങ്കിലും രീതിയിൽ ഇതിലേതെങ്കിലും ടെംപ്ലേറ്റ് ഉപയോഗിച്ച് മോഡ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും, കണ്ട സെലക്ട് ചെയ്താൽ ഇങ്ങനെയാവും, ഓരോന്നിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് വരുന്ന ട്രാൻസിഷൻ ഇപ്പൊ പറയുന്നില്ല, ആനിമേഷൻ ഇപ്പൊ പറയുന്നില്ല. ഓക്കെ, അത് രണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നെ പറയാം. നമുക്ക് ഇപ്പൊ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മൾ സ്ലൈഡ് ഓപ്പൺ ചെയ്തപ്പോ ഇതുപോലെ വന്നു. നമ്മള് ഇനി ഹോമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഹോമിലാണ്. ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്. ഈ ഹെഡിങ് നമ്മൾ മാറ്റിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ ചെറുതായി കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ അതിന്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് കയറ്റുകയാണ്. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം കയറ്റുന്നുണ്ട്, വെറുതെ ടൈപ്പ് ചെയ്ത് കയറ്റുകയാണ്. ഇതാണ് വേണ്ടത്, അത് കയറ്റുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ഒരു ഹെഡിങ് ഉണ്ട്, അതിന്റെ കുറെ അടിയിൽ കുറെ ടൈപ്പിംഗ് ഉണ്ട്. ഈ ടൈപ്പിംഗ് ഒന്ന് നമുക്ക് ഈ ഇതെല്ലാം സെലക്ട് ചെയ്ത ശേഷം അലൈൻമെന്റ് സെറ്റ് ചെയ്യാം. അലൈൻമെന്റ് ഞാൻ ഇങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട്, റൈറ്റിലോട്ട് ചേർന്നിരിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഹെഡിങ് ഇത്തിരി മുകളിലോട്ടാക്കി മാറ്റണം, എനിക്ക് ഇവിടെ ഇട്ട് മാറ്റണം. അതിനുശേഷം ഇവിടെ ഒരു പടമൊക്കെ കയറ്റാണ്ടതാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണം എനിക്ക്, ഇപ്പൊ വൈറ്റ് ആണല്ലോ, ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അതുകൂടാതെ ഇവിടെ നിന്ന് ഓരോന്ന് ചെയ്യണം. നമുക്ക് അപ്പൊ അതിനെ ഇൻസെർട്ട് എടുക്കാം. ഇൻസെർട്ട് എടുത്ത് പിക്ചർ, സ്ക്രീൻഷോട്ട്, ഫോട്ടോ ആൽബം, ഷേപ്പ്, അങ്ങനെ ഓരോന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇടുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ ബാക്ക്ഗ്രൗണ്ട് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇതിലോട്ട് ഒരു പിക്ചർ കയറ്റാൻ പോകണം. ഒരു ഹോസ്പിറ്റലിലെ പിക്ചേഴ്സ് എടുക്കുന്നു, ഇൻസെർട്ട് എടുത്തിട്ട് പിക്ചർ എടുക്കുന്നു. പുറത്തുള്ള ഒരു പിക്ചറാണ് എടുക്കാൻ പോകുന്നത്. ഹോസ്പിറ്റലിന്റെ പിക്ചർ നമുക്ക് എടുത്ത് കയറ്റാം. ഹോസ്പിറ്റൽ നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി അത് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിക്ക് ചെയ്താൽ പോരെ? ആ, സിസ്റ്റത്തിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ അതുണ്ടെങ്കിൽ അത് നേരെ എടുത്ത് കയറ്റിയാൽ മതി കേട്ടോ. ഈ ഒരു പടമാണ് കയറ്റാൻ പോകുന്നത്. ഇപ്പൊ വലുതായിട്ടാണ്. അപ്പൊ ചെറുതാക്കാൻ ഈ കോർണറിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ ചിഹ്നം വരും, വേണ്ട ഈ ചിഹ്നം വെച്ച് നമുക്ക് ചെറുതാക്കി എടുക്കാം.
എന്നിട്ട് മാറ്റി അവിടെ കാണുന്ന വെച്ചാൽ അവിടെ മാറ്റി വെക്കാം. ഇവിടെ ചെറുതാക്കാം. ഈ കോർണറിലുണ്ട്. ഈ ഒരു സ്ലൈഡ് ഓക്കെ. സ്ലൈഡിൽ എത്ര ഉള്ളൂ. ഇനി അടുത്ത സ്ലൈഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്ത സ്ലൈഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ സേവ് ചെയ്യണോ? ഇപ്പൊ സേവ് ചെയ്യണം. നമ്മളെ വർക്ക് കഴിയുമ്പോൾ സേവ് ചെയ്താൽ മതി. അപ്പൊ ഇതുവരെ കഴിഞ്ഞ് ഫസ്റ്റത്തെ സ്ലൈഡ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് രണ്ടാമത്തെ സ്ലൈഡ് സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ സ്ലൈഡ് സെറ്റ് ചെയ്യാൻ ഇവിടെ ഹോമിൽ തന്നെ ന്യൂ സ്ലൈഡില് ഏത് ടൈപ്പ് വേണം എന്നുള്ളത് ഇവിടെ ഞാൻ ഫുൾ ബ്ലാങ്ക് ആണ് എടുക്കുന്നത്. ബ്ലാങ്ക് ഉണ്ട്, രണ്ടാക്കി തിരിച്ചതുണ്ട്, പല ടൈപ്പ് ഉണ്ട്. ഞാൻ ബ്ലാങ്ക് എടുക്കുന്നു. ഒരു ബ്ലാങ്ക് സ്ലൈഡ് അതിന്റെ അടിയിൽ വന്ന് 2 നമ്പർ ഉണ്ട്. ഇത് ഒന്നാമത്തെ സ്ലൈഡ്, രണ്ടാമത്തെ സ്ലൈഡ്. ഇതില് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. സാർ ഒരു സംശയം ചോദിക്കട്ടെ? ഇതിപ്പോ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ കറണ്ട് പോയാലോ അത് പോവോ? കറണ്ട് പോയാലും പോവും. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും UPS ഉള്ള സിസ്റ്റത്തിൽ ചെയ്യണം. ഇതൊന്നും ഇത്രയും വലുതൊന്നും നമുക്ക് ചെയ്യേണ്ടി വരൂല. നമുക്ക് എന്തെങ്കിലും ചെറിയ എഡിറ്റിംഗ് വല്ലതൊക്കെ ഉണ്ടാവുമല്ലോ കൂടി വന്നാല്. ഏതെങ്കിലും ഒരു ടേബിൾ ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഒരു ടേബിൾ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഇൻസർട്ട് ചെയ്യാം. ഇൻസർട്ട് ടേബിൾ ഒരു 4 3 ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ ഇവിടെ നെയിം, ഇവിടെ ഏജ്, ഇവിടെ OP നമ്പർ. ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ബേസിക് ആയിട്ട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇതൊക്കെ അറിയാവുന്നവർക്ക് ഡിമാൻഡ് കൂടുതലുമാണ്. വേറെ കാര്യം OP നമ്പർ കിട്ടി. പിന്നെ അതുകൂടാതെ അവർക്ക് ഡോക്ടറിന്റെ പേര് കൊടുത്തു. നെയിം എന്റെ പേര് തന്നെ കൊടുക്കുകയാണ്, സെൻരാജ്. ഏജ് 36. OP നമ്പർ ഞാൻ കൊടുക്കുകയാണ് 124376. ഡോക്ടർ വിനായക്. അടുത്ത ആള് സുജാത. 63 വയസ്സ്. 63. OP നമ്പർ പഴയ പേഷ്യന്റ് ആണ് 067421. ഹംസ, ഡോക്ടർ ഹംസ. ഓക്കെ, ഇങ്ങനെ സ്ലൈഡ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. നമ്മളോട് പറയുന്നത് ചിലപ്പോൾ ഇതില് OP നമ്പർ അല്ലെങ്കിൽ ഡോക്ടറിന്റെ പേര് മാറ്റിയടിക്കണം. അല്ലെങ്കിൽ ഈ പേഷ്യന്റ് 63 എന്നുള്ളത് 65 64 വയസ്സാകുമ്പോൾ 64 ആക്കണം എന്നൊക്കെ പറയുന്നു. നമ്മളിങ്ങനെ 64 ആക്കാൻ മാത്രം മതി. അതെടുത്തിട്ട് മനസ്സിലായല്ലേ? ചെറിയ വർക്കൊക്കെ നമുക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുണ്ടാവുള്ളൂ. പക്ഷെ അതേസമയം നിങ്ങളൊരു സ്റ്റുഡിയോയിലാണ് ചെല്ലുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സ്റ്റുഡിയോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിന്റെ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ ഏതെങ്കിലും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്തൊക്കെയാണ് ഇൻസർട്ട് ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഇമേജ് എങ്ങനെ ഇൻസർട്ട് ചെയ്യാം, ടേബിൾ എങ്ങനെ ഇൻസർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ഞാൻ വീണ്ടും ഇതൊന്ന് കൺട്രോൾസ് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇതിന്റെ താഴെ ഒരു ഇമേജ് കയറ്റാണ്. വീണ്ടും നമ്മൾ സിസ്റ്റത്തിലുള്ള ഒരു ഇമേജ് അങ്ങനെ കയറ്റാൻ നോക്കാം. നമുക്ക് ന്യൂ സ്ലൈഡ് എടുക്കുന്നു. ഇൻസർട്ട് എടുക്കുന്നു. ഇൻസർട്ടിൽ പിക്ചേഴ്സ് എടുക്കുന്നു. ദിസ് ഡിവൈസ് എടുക്കുന്നു. ഇതിൽ വല്ല പിക്ചർ ഉണ്ടാന്ന് നോക്കട്ടെ. പിക്ചേഴ്സ്, എന്തെങ്കിലും പിക്ചർ ഒക്കെ ഉണ്ടാവും. നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ കൊടുക്കാം. ചെറുതായിട്ട് ക്യാമറ റോളുണ്ട്, സ്ക്രീൻഷോട്ട് ഉണ്ട്, സേവ്ഡ് പിക്ചേഴ്സ് ഉണ്ട്. സേവ്ഡ് പിക്ചേഴ്സിനൊന്നുമില്ല. സ്ക്രീൻഷോട്ടിലുണ്ടോ? സ്ക്രീൻഷോട്ടിലുണ്ട്. സ്ക്രീൻഷോട്ടില് നമുക്ക് ഏതെങ്കിലും ഒരു പടം കൊടുക്കാനുണ്ട്. ഈ ഒരു പടം കൊടുക്കുകയാണ്. ഇൻസർട്ട് ചെയ്യാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ആണത്. ഇത് നോക്കണ്ട, വെറുതെ കയറ്റിയിടാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സിസ്റ്റത്തിലുള്ളത് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് അറിയാം. ഇതുപോലെ തന്നെ സെയിം പോലെ തന്നെ
നമുക്കിപ്പോ ഒരു പേഷ്യന്റിന്റെ വെച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ ആ പേഷ്യന്റിന്റെ പേര് ഇതൊക്കെ വന്നിട്ട് അടിയിൽ നമുക്ക് അവരുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവരുടെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വേണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഇതൊന്നും ചെയ്യേണ്ടി വരുമല്ലോ കേട്ടോ. എന്നാലും ഒരു ഇമേജ് കയറ്റുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു ഇമേജ് കയറ്റി അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സ്ലൈഡും കൂടി കയറ്റാൻ പോകണേ. ഓക്കെ, ഒരു സ്ലൈഡും കൂടി കയറ്റാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഹോമിലാണ് വേണ്ടത്. അത് ന്യൂ സ്ലൈഡ് എടുക്കുന്നു. ഇത്തിരി വ്യത്യാസമുള്ള സ്ലൈഡ് എടുക്കാം. നമുക്ക് ഇതുപോലത്തെ സ്ലൈഡ് എടുക്കാം. ഓക്കെ, ഇതുപോലത്തെ സ്ലൈഡ് എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇവിടെ എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിന്റെ പേര് കൊടുക്കാം. ഏതെങ്കിലും ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് നോക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊടുത്ത് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യാം. 2 ഭാഗങ്ങളുണ്ട് അവിടെ. അവിടെ ഒന്ന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പുറം ഓർത്തോഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓർത്തോ. ഓക്കെ, ഈ കാർഡിയോളജിയുടെ ഒരു പടവും ഓർത്തോയുടെ ഒരു പടവും കൂടി നമുക്ക് കയറ്റേണ്ടതുണ്ട് ഇവിടെ. അത് ഇവിടെ അതും കൂടി ചെയ്യാം. നമുക്ക് ഇൻസർട്ട് ചെയ്യാം. ഇൻസർട്ട് ചെയ്ത ശേഷം ഇമേജ് പിക്ചേഴ്സ് ദിസ് ഡിവൈസിൽ ഇല്ല, പുറത്തുനിന്ന് എടുക്കാം. കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു പടം ഞാൻ ഡൗൺലോഡ് ചെയ്ത് കയറ്റാൻ പോണാണ്. കാർഡിയോളജി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചെന്നാണ്ട, അല്ലാതെ ഇതൊന്നും നിങ്ങൾക്ക് അത്രക്ക് ആവശ്യം വരില്ല. നമുക്ക് ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു പടം കൊടുക്കാം. ഇത് കൊടുക്കാം. ഇൻസർട്ട് ചെയ്യുന്നു. വന്നിട്ടുണ്ട്. അതിനെ ചെറുതാക്കാൻ ഇവിടെ ചെന്നിട്ട് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുന്നു, ഡ്രാഗ് ചെയ്യുന്നു. കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി വെക്കുന്നു. വെച്ചു. ഇനി ഓർത്തോയുമായിട്ടുള്ള ഒരു പിക്ചർ വേണം നമുക്ക്. അതിന് വീണ്ടും ഇൻസർട്ട് ചെയ്യണം. നമ്മൾ ഇൻസർട്ട് ചെയ്യില്ല. പിക്ചേഴ്സ് എടുക്കാം. ഓൺലൈൻ പിക്ചേഴ്സ് എടുക്കാം. ഓർത്തോയുമായി ബന്ധപ്പെട്ട ഒരു പിക്ചറാണ് വേണ്ടത്. അപ്പൊ ഓർത്തോന്ന് സെർച്ച് ചെയ്യണം. ഓർത്തോ എൻ്റർ അടിക്കുക. ഓർത്തോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിക്ചർ വരും. കയ്യിൽ ഒരെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമില്ല. ഇത് മാത്രമേ നല്ലത് വന്നിട്ടുള്ളൂ. എടുക്കാം. അതും കൊടുത്തു. ഓക്കെ, ഈ സ്ലൈഡിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയുണ്ട് കുറച്ച് പണി കൂടി. ഇതൊന്ന് നടുക്കോട്ട് മാറ്റണ്ടേ നമ്മൾ? ഇപ്പൊ സൈഡിലല്ലേ, നടുക്കോട്ട് മാറ്റണം അല്ലെ? ഇത് നമ്മൾ ഇതിനുള്ള സോറി ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ അതിനെ എഴുതിക്കണത് എടുക്കുന്നു. ഇത് നടുക്കോട്ട് മാറണം. അലൈൻമെന്റ് സെന്റർ എടുക്കണം. ഇപ്പൊ സൈഡാണ് നടക്കുന്നത്. അലൈൻമെന്റ് സെന്റർ എടുത്ത് ഓക്കെ നടുക്കോട്ട് മാറി. ഇനി ഇതിനെ നമുക്ക് നടുക്കോട്ട് മാറ്റണമെങ്കിൽ ഈ ബോക്സിനാണ് സോറി ഈ ഓർത്തോന്ന് ഇരിക്കണം വേണമെങ്കിൽ മാറ്റാം. പക്ഷെ ഇങ്ങനെ തന്നെ കിടക്കുന്ന കുറച്ച് ഭംഗി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാറ്റുന്നില്ല. ഭംഗി കൂടി നോക്കണമല്ലോ നമുക്ക്. ഈ കാർഡിയോളജി വേണമെന്നില്ല കുറച്ചും കൂടെ നീക്കണം. സോറി, ഈ പടം നമുക്ക് കുറച്ചും കൂടെ നീക്കാം. ഓക്കെ, ഇനി ഓർത്തോ വേണമെന്നല്ലേ നീക്കാം കേട്ടാ. സോറി. ഓക്കെ, നീക്കിയിട്ടുണ്ട്. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പടം ഈ 3 സ്ലൈഡായി അല്ലെ? 1ാമത്തെ സ്ലൈഡ്, 2ാമത്തെ സ്ലൈഡ്, 3ാമത്തെ സ്ലൈഡ്. ഓക്കെ, ഇതിന്റെ താഴെയാണ് സ്ലൈഡ് വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം. ഇവിടെയാണ് മോളിലാണ് സ്ലൈഡ് വേണ്ടെങ്കിൽ മോളിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം. ഇതിന്റെ ഇടയിൽ ഒരു സ്ലൈഡ് വേണം. ഇതിന്റെ ഇടയിലും ഒരു സ്ലൈഡ് വേണം. അങ്ങനെയാണെങ്കിൽ മോളിൽ 2ാമത്തെ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യണം. അതിന് ശേഷമല്ല വേണ്ടത്. എന്നിട്ട് വേണം ന്യൂ സ്ലൈഡ് കൊടുക്കാൻ. ന്യൂ സ്ലൈഡ് ബ്ലാങ്ക് സ്ലൈഡ് കൊടുക്കുന്നു. വേണം താഴെ വന്നത്. ഓക്കെ, ഈ സ്ലൈഡിലാകുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ എഴുതുന്നുള്ളൂ. ഇവിടെ ഒന്നുമില്ല, മനസ്സിലായില്ല. ബ്ലാങ്ക് സ്ലൈഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ഇൻസർട്ട് ചെയ്യണം അല്ലെ? അപ്പൊ ഇൻസർട്ട് ചെയ്യണം. ഇപ്പൊ എടുത്താണോ? ഓക്കെ, ഇത് ഞാൻ കൺട്രോൾ കളിക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെ 2ന്റെ ഇടയിൽ ഒരു സ്ലൈഡ് വേണം. 2ന്റെ 3ന്റെ ഇടയിൽ 2ാമത്തെ സ്ലൈഡിന്റെ 3ാമത്തെ സ്ലൈഡിന്റെ ഇടയിൽ വേണം ഒരു സ്ലൈഡ്. അവിടെ താങ്ക് യു എന്ന് എഴുതണം. ഓക്കെ, അപ്പൊ നമ്മള് 2ാമത്തെ സ്ലൈഡീസ് അല്ല, 2ന്റെ 3ന്റെ ഇടയിലല്ല വേണ്ട. അപ്പൊ 2ാമത്തെ സ്ലൈഡീസ് അല്ല.
ഒന്നിന്റെ രണ്ടിന്റെ ഇടയിലാണ് വേണ്ടിയിരുന്നെങ്കിൽ ഒന്നാമത്തെ ചെല്ലാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ചെല്ലുന്നു. എന്നിട്ട് നമ്മള് ഫോമില് ന്യൂ സ്ലൈഡ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു. ബ്ലാങ്ക് എന്നുള്ള സ്ലൈഡ് എടുക്കുന്നു. അപ്പം രണ്ടിന്റെ മൂന്നിന്റെ ഇടയില് പുതിയ സ്ലൈഡ് വന്നു, 3 എന്ന് പറഞ്ഞു. ഓക്കെ, മറ്റേ സ്ലൈഡ് താഴോട്ട് ഇറങ്ങി, മൂന്നാമത്തെ സ്ലൈഡ്. ഓക്കെ, അത് നാലാമത്തെ സ്ലൈഡായി മാറി. ഇനി ഈ സ്ലൈഡിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം. പക്ഷെ ഇവിടെ എഴുതാനായിട്ട് ഒന്നും വന്നില്ല, ബ്ലാങ്ക് ആണ് നമ്മൾ എടുത്തത് അല്ല, എഴുതാനായിട്ട് ഒന്നും ഓപ്ഷൻ ഇല്ല. വെറുതെ ഇതിലൊക്കെ ടൈപ്പ് ചെയ്താലൊന്നും വരൂല അവിടെ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഒരു ടെക്സ്റ്റ് ഇൻബോക്സ് വരണം, എന്നാലേ പറ്റുള്ളൂ. ഇൻസർട്ട് ചെയ്യണം. ഇൻസർട്ട് എടുക്കാം. ഇൻസർട്ടില് ഉണ്ടാവും, നോക്കിക്കോ. ഇവിടെ കണ്ട ടെക്സ്റ്റ് ബോക്സ്, ഹെഡർ, ബയോഡാറ്റ. നമുക്ക് ഇവിടെ ഹെഡർ ആണ് വേണ്ടത്. ഓക്കെ, ഹെഡിങ് ആണല്ലോ. ഹെഡറും ഫൂട്ടറും ഉണ്ട്, ബയോഡാറ്റ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഇതുണ്ട്. നമുക്ക് ഹെഡർ കൊടുക്കാം. ഹെഡർ എന്ന് പറയുമ്പോൾ മോളിൽ ഇട്ട് വരും, അത് വേണ്ട. ഹെഡർ വേണ്ട. ഹെഡർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇട്ട് ഹെഡിങ് ഇതിന്റെ മുകളിൽ ഇവിടെ ഇട്ട് വരുള്ളൂ, ഈ ഭാഗത്തായിട്ട്. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡേറ്റ് ഇവിടെ കൊടുക്കാം, ഇവിടെ പേജ് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ടാണ് കേട്ടോ. നമുക്ക് ടെക്സ്റ്റ് ബോക്സ് മതി. ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. എന്നിട്ട് എവിടെയാണ് ടെക്സ്റ്റ് ബോക്സ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെക്കുന്നു. ഇത് ഇവിടെ ആയിട്ടാണ് വേണ്ടത്. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വേണം. ഓക്കെ, സെറ്റ് ചെയ്ത് അവിടെ വന്നു, ടെക്സ്റ്റ് ബോക്സ് വന്നു. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇതിവിടെ ഭയങ്കര ചെറിയ ലെറ്റർ ആണ് വേണ്ടത്, കണ്ടില്ലേ? ഇത്ര ഉള്ളതല്ല വേണ്ടത്, ഇത്തിരി വലുതാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ സൈസ് നമുക്ക് കൂടെ കൂട്ടാം. നമുക്കൊരു 32 ഉള്ളത് വേണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 60 വേണം, 40 സെറ്റ് ചെയ്യുന്ന. ഓക്കെ, വലിയ ടെക്സ്റ്റ് ബോക്സ് എഴുത്ത് വലുതാണ്. താങ്ക് യു എന്ന് കൊടുക്കാം. നമുക്ക് താങ്ക് യു കൊടുത്തു. ഇതെന്ത് ചെയ്യണം? നമുക്ക് നടുക്ക് വരുത്താൻ. ഇതുപോലെ തന്നെ ഈ സാധനം നമ്മള് സെലക്ട് ചെയ്യുന്നു. താങ്ക് യു എന്ന് എഴുതിക്കണം. താങ്ക് യു നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇത് സെന്റർ ആണ് വേണ്ടത്, ഇവിടെയുണ്ട്. ഓക്കെ, സെന്ററാക്കി. താങ്ക് യു, സെന്ററായി. ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തേക്കാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സെന്ററായി. ഇനി ഇതിനെ കുറച്ച് വലുതാക്കി കളർ മാറ്റാം നമുക്ക്. അതുകൂടാതെ നമുക്ക് ഇതിന്റെ ഇതും കൂടി മാറ്റാം. ഏതാ? നമുക്ക് ഇതിന്റെ ലെറ്ററും എല്ലാം മാറ്റാം. ഓക്കെ, കളർ മാറ്റാനായിട്ട് ഇതിൽ ഉണ്ടല്ലേ, ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ഫോണ്ട് കളർ എന്താ? ഫോണ്ട് കളർ നമുക്ക് ഏതെക്കണം? റെഡ് ആക്കാം. റെഡ് ആക്കി. ഓക്കെ, പിന്നെ അതിന്റെ സൈസ് ഇത്തിനോട് കൂട്ടണാണ്. സൈസ് 60 ആക്കി. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇവിടെ വേറെ കുറെ ഓപ്ഷനുകളുണ്ട്. ഈ ഫോണ്ട് മാറ്റാൻ ഫോണ്ട് മാറ്റിയിട്ട് അൾജീരിയനാക്കി. ഇതൊന്നും അടുത്ത് താഴോട്ട് ഇറക്കിയിടണം നമ്മൾ. ഓക്കെ, ഇങ്ങനെ വരും, കണ്ടത്? ഈ ഒരു ചിഹ്നം വരും. ഈ ഒരു ചിഹ്നം വരുമ്പോഴാണ് താഴോട്ട് ഇറക്കാൻ പറ്റുക. അല്ലാതെ ഇങ്ങനെയൊക്കെ ഇത് ടൈപ്പ് ചെയ്യാനേ പറ്റും. ഈ മൂലയിൽ ഇത് വലുതാക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ചിഹ്നം വരുമ്പോഴാണ് നമുക്ക് ഞെക്കി പിടിച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് നമുക്ക് എവിടെയാണ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിടാം. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ടെക്സ്റ്റ് ബോക്സ് ഇൻസർട്ട് ചെയ്യുന്നവരെ പറഞ്ഞു. ഇതിന്റെ കൂടെ ഷേപ്പും കൂടി ഇൻസർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയേക്കാം. ഇൻസർട്ട്, ഷേപ്പ്, ഇതൊക്കെ ഉണ്ട് ഇവിടെ. വീഡിയോ ഒക്കെ ഇൻസർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട. ചാർട്ട് ഇൻസർട്ട് ചെയ്യാനുള്ളതുണ്ട്, ഐക്കൺ ഇൻസർട്ട് ചെയ്യാനുള്ളതുണ്ട്. ഐക്കൺ വേണം ഇൻസർട്ട് ചെയ്ത് മനസ്സിലാം. ഐക്കൺ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. ഏതെങ്കിലും ഐക്കൺ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഈ ഒരു ബട്ടൺ ഇത് നമുക്ക് നീക്കിയിടാൻ താഴോട്ട്. വെറുതെ ചെയ്യുകയാണ്ട. ഓക്കെ, ഒരു ഐക്കണാണ് ഇട്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ 4 സ്ലൈഡ് ആയിട്ടാ. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും വരുന്നത് എന്ന് നോക്കാം. ഇതൊന്ന് നമുക്ക് ഷോ ചെയ്ത് നോക്കാം ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ അതിനുള്ള സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കണ്ട ഒരു ടിവിയുടെ പടം കുഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നമ്മളിവിടെ. ഞാൻ ഇപ്പൊ ക്ലിക്ക് ചെയ്തിരിക്കാം, കണ്ടില്ല? സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഫുൾ സ്ക്രീനിൽ വന്ന് ഓരോ പ്രാവശ്യം മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴും അടുത്ത സ്ലൈഡിലോട്ട് പോകും. ഇനി ഈ സ്ലൈഡിന് ഒരു പ്രത്യേകത, ഇത് ഇങ്ങനെ പോകുമ്പോ വേറെ ഭംഗിയുള്ള സാധനമൊന്നുമില്ല. നമുക്ക് കുറച്ച് സാധനങ്ങൾ ഭംഗിയുള്ള ചേർത്ത് കൊടുക്കാനാണ്. ഓരോ സ്ലൈഡ് ഓപ്പൺ ചെയ്യുമ്പോഴും ഓരോ സ്ലൈഡ് കഴിയുമ്പോഴും ലാസ്റ്റ് ആക്കണമെങ്കിൽ എന്താ ചെയ്യാ? എന്താണ് താങ്ക് യു എന്നുള്ളത് ലാസ്റ്റ് ആക്കണമെങ്കിൽ എന്താ ചെയ്യാ?
എന്നുള്ള ലാസ്റ്റ് ആക്കണമെന്നുണ്ട്. അപ്പൊ ഈ സ്ലൈഡ് ഞെക്കി പിടിച്ചിട്ട് താഴോട്ടാക്കാം. ഡ്രാഗ് ചെയ്തിട്ടാ മതിയോ? ഡ്രാഗ് ചെയ്തിട്ടാ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഈ സ്ലൈഡ് അതിന്റെ താഴെ വന്നെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ, ഇത്രേ ഉള്ളൂ. സ്ലൈഡുകൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ ആണ് നമുക്ക് ഔട്ടാക്കി എടുക്കേണ്ടതെന്ന് വിചാരിച്ചോ. ഇല്ല, നല്ല ഭംഗിയുള്ളൊരു നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. ഇതിലിടക്ക് നമുക്ക് ഓരോ സ്ലൈഡ് മാറുമ്പോഴും ട്രാൻസിഷനുകൾ വരണം. ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ഒരു ഇത് വന്നിട്ട് അത് പോകുമ്പോൾ ഒരു ട്രാൻസിഷൻ വരണം. അത് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഇടവേളകളിൽ വരുന്ന സാധനം. അപ്പൊ ഇവിടെ ഉണ്ട് ഡിസൈൻ കഴിഞ്ഞിട്ട് ട്രാൻസിഷൻസ് എന്നുണ്ട്. അത് നമുക്ക് ഓരോന്നിനും ആഡ് ചെയ്ത് കൊടുക്കാം. ട്രാൻസിഷൻ വരുമ്പോൾ നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യാം. ഇതിന് കൊടുക്കാൻ ഫസ്റ്റത്തെ സ്ലൈഡിന് കൊടുക്കാൻ വേണമാണ്. ഫസ്റ്റത്തെ സ്ലൈഡിന് നമുക്ക് ഇവിടെ കുറെ ഉണ്ട് എഴുതിയിട്ടുണ്ട്, കൂടുതൽ ഉണ്ടാവും ഇവിടെ. ഇത് സ്പ്ലിറ്റ് റിവീൽ നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ വരുന്നത് എന്നുള്ളത് കാണിക്കാം. ഇത് ഇങ്ങനെ വരും. ഓക്കെ, സ്പ്ലിറ്റ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. വൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പുഷ് ആണെങ്കിൽ ഇതുപോലെ വരും. ഫെയ്ഡ് ആണെങ്കിൽ ഫെയ്ഡ് ആയിട്ട് വരും. മോർഫ് ആണെങ്കിൽ മോർഫ് ചെയ്ത് വരും. റാൻഡം ബാർസ് ബാർ പോലെ വരും. പിന്നെ അതുകൂടാതെ വേറെ ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്, ഫ്ലാഷ് പോലെ വരും. ഫോൾ ഓവർ ഉണ്ട്. ഇപ്പൊ കർട്ടൻ ഉണ്ട്. കർട്ടൻ കൊടുക്കാം. അപ്പൊ ഡോർസിന്റെ ഒന്ന് കാണിക്കോ? ഏതിന്റെ? ആ ഡോർസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നു, അതൊന്ന് കാണിക്കോ? അല്ല, ഫ്ലാഷ് ഫോൾ ഓവർ ഡ്രേപ്പാണോ? മോർഫ് വന്നിരുന്നല്ല ആദ്യത്തെ. ഇവിടെ ഉണ്ടാവുക. ഒറ്റ സെക്കൻഡ് എല്ലാം എടുത്തു നോക്കട്ടെ. ഡോർസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. മോർഫാണോ? അല്ല സാർ, ഡോർ DORS. താഴെ 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 അതല്ല, അതിന്റെ പുറത്ത് താഴെ താഴെ ഡോർ തുറന്നാണോ? ഓക്കെ, ഇപ്പൊ ഇത് കൊടുക്കുന്ന വെച്ചാൽ ഡോറിന്റെ ഇതില് നമുക്ക് ഡ്യൂറേഷൻ ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, സൗണ്ട് കയറ്റാം. ഇപ്പുറം കണ്ട ഒരു വിൻഡോ തുറന്നു വന്നിക്കണം. അതുകൂടാതെ സൂം ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യം ഇതൊന്നും നമ്മൾ കൊടുക്കുക. ഇപ്പൊ ഡോർസിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ടൈം സെറ്റ് ചെയ്യാം. ഡോർസിന്റെ ഇതിവിടെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ കൂട്ടി കൊടുക്കേണ്ട, കൂട്ടി കൊടുത്ത് എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. പ്ലേ ചെയ്ത് നോക്കാം ഇപ്പൊ. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി അടുത്തതിന് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിനും കുറെ ഉണ്ടാവും. നമുക്ക് ഏതാണെന്ന് വെച്ചാല് ബ്ലൈൻഡ് ഉണ്ട്, ഡിസോൾവ് ഉണ്ട്, ഒറിഗാമി ഉണ്ട്, എയർപ്ലെയിൻ ഉണ്ട്, പേജുകളുണ്ട്, പേജ് മറിക്കുന്ന പോലെ. ഓക്കെ, ഇത് കൊടുക്കുകയാണ്. അടുത്തതിന് നമ്മള് ഓരോന്നോരോന്ന് കൊടുത്തു പോവുകയാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ സമയം അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കൊടുത്ത് പോവാം. ബ്ലൈൻഡ് ഉണ്ട്. ഓക്കെ, ബ്ലൈൻഡ് കൊടുത്ത് ഇതിന് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വണ്ണാണ്. ലാസ്റ്റ് വണ്ണിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഒറിഗാമി അല്ലെങ്കിൽ എയർപ്ലെയിൻ കൊടുക്കാം. ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലേ ചെയ്യാൻ പോണ ഫസ്റ്റ് അറിയുന്ന പോലെ ഓക്കെ. ഓരോ സ്ലൈഡും സെലക്ട് ചെയ്തിട്ട് ഓരോ ഇതും കൊടുക്കണം അല്ലേ? ഓരോ സ്ലൈഡിനും ഓരോ ട്രാൻസാക്ഷൻ കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പൊ നല്ല ഭംഗിയുള്ള സ്ലൈഡായിട്ട് മാറും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് വേണമല്ലോ. ട്രാൻസിഷൻ കയറ്റാൻ അറിയാമോ എന്ന് വെച്ചാൽ അറിയാം എന്ന് തന്നെ പറയാം. മനസ്സിലായോ? ട്രാൻസിഷൻ കയറ്റാൻ അറിയാവുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെ കുറവായിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇടയിൽ തന്നെ. ഓക്കെ, ഈ പവർ പോയിന്റ് അറിയാവുന്നവർ വളരെ കുറവായിരിക്കും. അപ്പൊ ഈ ട്രാൻസിഷന് നമുക്ക് ഇത് കൊടുക്കുന്നത് എങ്ങനെ? ഓരോ സ്ലൈഡിനും ഓരോ ട്രാൻസിഷൻ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പോലെ ചെയ്യാം. അപ്പൊ ഇതാണ് ട്രാൻസിഷൻ. ഇന്ന് ട്രാൻസിഷൻ വരെ ഞാൻ പറയുന്നുള്ളൂ. ആനിമേഷനും മറ്റുള്ള കാര്യങ്ങളും നാളെ പറയാം. ഈ ഫയല് സേവ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതും കൂടി ഇപ്പൊ കാണിച്ചതാണ്. ഓക്കെ,
എങ്ങനെയാണ് സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കി. കൺട്രോൾ-S ചെയ്യാം, നമ്മൾ സേവ് ചെയ്യുകയാണല്ല. എന്താ പേര് ഹോസ്പിറ്റൽ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാണ്. സേവ് ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്യാൻ വേണം. ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. അതിന് പകരം നമുക്ക് ഇവിടുത്തെ സേവ് കൊടുക്കാം. ഇവിടെ സേവ് കൊടുത്തോ. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്ത് പോയി നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിൻ ഒന്നുകൊണ്ട് കിടപ്പുണ്ടാവും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി കാണിച്ചതാ. ഇത് ഇവിടെ ഞെക്കിയാലും ഈ കീയിൽ ഞെക്കിയാലും കൺട്രോൾ സേവ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് കേട്ടോ. കൺട്രോൾ-S ഞെക്കിയാലും മതി, അല്ലെങ്കിൽ ഇത് ഞെക്കിയാലും മതി. സേവ് ആയിട്ടുണ്ട്. നമുക്ക് പുറത്ത് പോവാം. പുറത്തോട്ട് നോക്കാം. ആ പേര് കിടപ്പുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിൻ എന്നുള്ളത്. ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ഇതെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റില്ല. ഇനി ഇത് ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇതില് നമുക്കിത് പുറത്തോട്ട് എടുക്കണം എന്നുള്ളതെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡ്, ഔട്ട്പുട്ട് വ്യൂയിലാണോ നോക്കിയിട്ട് റെക്കോർഡിംഗ് ഉണ്ട്. അല്ലാതെ റെക്കോർഡിംഗ് ഓപ്ഷൻ, റെക്കോർഡിംഗില് കറണ്ട് സ്ലൈഡ് റെക്കോർഡിംഗ് ഓപ്ഷൻ ആണ്. ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സ്ലൈഡ് ഞെക്കി കൊടുത്താൽ മാത്രം മതി. നമ്മള് ഓക്കെ, ആ സ്ലൈഡ് റെക്കോർഡ് ആയിട്ടുണ്ട്. അത് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് നോക്കാം എവിടെയാണ് റെക്കോർഡ് ആയിരിക്കുന്നത് എന്നുള്ളത് നോക്കാമെന്ന് പോയിട്ട് നമ്മുടെ ഫയലില് ഡോക്യുമെന്റ്സിലുണ്ടാകും. നോക്കാം തന്നെ. ഞാൻ കുറച്ച് ദിവസമായി ഇത് കയറി നോക്കിയിട്ട് മുമ്പ് ചെയ്യുമായിരുന്നു വർക്ക്. ഇപ്പൊ ചെയ്യൽ കുറവാണ്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ് ഉള്ളത്. സേവ് ചെയ്യുന്ന അത് വീഡിയോ പുറത്തോട്ട് എടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ വൈകുന്നേരം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് അതൊന്നുകൂടി നോക്കിയേക്കാം. അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ല. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ഒന്ന് പറയോ? ഇത് ഈ സ്ലൈഡ് തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് എങ്ങനെയാന്ന് ഒന്നും കൂടെ പറയോ? ഏതാണ് എടുക്കാന്നുള്ളത്? ഓക്കെ, പുതിയത് എടുക്കാൻ വേണ്ടി എന്താണെന്നുള്ളത് അല്ല, ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവോ എന്നുള്ളത് പറയാം. ക്ലോസ് ചെയ്ത് കളയാണത്. ഓക്കെ, നമുക്ക് പുതിയത് എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ മെനുവിൽ ചെല്ലാം. സാധാരണ രീതിയിൽ 365 ഓഫീസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ അകത്തായിരിക്കും. ഞാനിത് പുറത്തെത്തിക്കാണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും 365 ഓഫീസ്. സാർ ഒരു കാര്യം, ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താലല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ അതെ, അതുകൊണ്ടാണ് ഞാനത് ഈ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഗൂഗിളിന്റെ ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടാ. 365 ഓഫീസിന്റെ അകത്താണ് സാധാരണ രീതിയിൽ പവർ പോയിന്റ് വരുന്നത്. ഞാനിത് എടുത്തിട്ട് പുറത്തിട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിത് ലോഗിൻ ചെയ്തിട്ടില്ല. കണ്ട അതായത് കണ്ട പവർ പോയിന്റ് വരുന്നത്. ഞാനിന് പകരം ഇത് നേരെ സിസ്റ്റത്തിൽ കയറ്റിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പവർ പോയിന്റ് ഡയറക്റ്റ് എടുക്കാം. ഓക്കെ, പവർ പോയിന്റ് എടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇതിൽ നമുക്ക് പുതിയ പ്രസന്റേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് ന്യൂ ബ്ലാങ്ക് പ്രസന്റേഷൻ, അല്ലെങ്കിൽ ഇവിടെ താഴെ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നേരത്തെ ചെയ്തതൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, രജിസ്റ്റർ, മിസ്സിംഗ് നമ്പർ, അങ്ങനെ ഓരോന്നും. ഓക്കെ, നമുക്ക് വേണ്ടത് പുതിയതാണ്. അപ്പൊ ന്യൂ എടുക്കാം, പ്ലസ് ന്യൂ. അതിനുശേഷം ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ ഓരോ ടെംപ്ലേറ്റുകളാണ്. ടെംപ്ലേറ്റ് ഒന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ടെംപ്ലേറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങാം. ബ്ലാങ്ക് പ്രസന്റേഷൻ എടുക്കാം. ബ്ലാങ്ക് പ്രസന്റേഷൻ എടുക്കുമ്പോൾ ഫസ്റ്റത്തെ സ്ലൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1 എന്ന് പറയുന്ന സ്ലൈഡിൽ അതിവിടെ ഉണ്ട്. അതിൽ ടൈറ്റിൽ എഴുതണം. ഇതിൽ വേണ്ട എന്തെന്നാണ് വേണ്ട ഡാറ്റയൊക്കെ എഴുതണം. ഓക്കെ, സ്ലൈഡുകൾ കൂട്ടാനായിട്ട് ഒന്നാമത്തെ സ്ലൈഡ് ഇറക്കിയിട്ട് ന്യൂ സ്ലൈഡ് ആക്കാം. വീണ്ടും ബ്ലാങ്ക് സ്ലൈഡ്, അടിയിൽ സ്ലൈഡിന്റെ നമ്പർ കൂട്ടാം. ഇതിൽ പ്രധാനമായിട്ടും ഇവിടെ ഒരു ടൂൾ ബാർ ഉണ്ടാവും. ഓക്കെ,
ഈ ടൂൾ ബാറിൽ നമ്മളിപ്പോ ഇൻസർട്ട് പറഞ്ഞു, ഡ്രോ പറഞ്ഞു, ട്രാൻസിഷൻ പറഞ്ഞു, ആനിമേഷൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മറ്റേത് തന്നെ ഇവിടെ കാണിക്കുന്നതാണ്. ആ ഒരു സ്ലൈഡില് നമുക്ക് എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബിഗിനിങ് ഇതിലൊന്നുമില്ല. ഓക്കെ, ആ സ്ലൈഡ് ഷോ ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതേ ട്രാൻസിഷന്റെ കാര്യം നമുക്ക് ആവശ്യമുള്ള സ്ലൈഡിനൊക്കെ ആവശ്യമുള്ള ട്രാൻസിഷൻ ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അത്രയും കാര്യം പറഞ്ഞിട്ടുള്ളൂ. നാളെ നമ്മൾ ആനിമേഷൻ പറയും. ആനിമേഷൻ പറഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ട് അത് PDF രൂപത്തിലും അതുകൂടാതെ വീഡിയോ ആയിട്ടും പുറത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ കാര്യങ്ങളായിരിക്കും കൂടുതൽ. ആദ്യം മുതൽ ഒരു പുതിയ സ്ലൈഡ് ഉണ്ടാക്കും നാളെ നമ്മൾ. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇതിന്റെ റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ആക്കിയിട്ട് എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.